ഒരു കവി പാടിയ കവിത ഞാൻ ഓർക്കണം. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലത്തെ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലത്തെ പക്ഷേ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ, കാലത്തിന് ആകെ ഒരു കുറവുള്ളത് നമ്മൾ ആ കാലത്ത് ജനിച്ചു എന്നുള്ളതാണ്. കാലത്തിന് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുക, കാലം ശരിയില്ല, കാലം വളരെ മോശമാണ് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു നടക്കണം. പക്ഷേ ആ കാലം ചെയ്ത തെറ്റെന്താണ്? നമ്മൾ ആ കാലത്ത് ജനിച്ചു എന്നുള്ളതാണ്. മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പാടിയ കവിതയാണ്. വനഹ്ജു ദസ്സമാനി ബിഗൈരി ദംബിൻ വലൗ നതഖസ്സമാനു ലനാ ഹജാനാ. നമ്മൾ കാലത്തെ കടന്നാക്രമിക്കുന്നു. ബിഗൈരി ദംബിൻ, ഒരു തെറ്റും ചെയ്യാത്ത കാലത്തെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. വലൗ നതഖസ്സമാനു ലനാ ഹജാനാ, ആ കാലത്തിന് അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തിരുന്നുവെങ്കിൽ ആ കാലം നമ്മെ കടന്നാക്രമിച്ചേനെ. വലൈസ الذئب يأكل لحم ذئب ويأكل بعضنا بعضا عيانا. ഒരിക്കലും ചെന്നായകളെ കടിച്ചു തിന്നാറില്ല. എന്നാൽ നമ്മളിൽ പലരും പരസ്പരം കൊന്നു കൊല വിളിക്കാറുണ്ടല്ലോ. മനുഷ്യന്മാരങ്ങനെയല്ലേ? ഒന്നുകിൽ അവരുടെ പച്ച മാംസം മനുഷ്യന്മാർ തിന്നാറുണ്ട്, ഗീബത്തിലൂടെ, നമീമത്തിലൂടെ. അതല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യന്റെ രക്തം ചിന്താനും കൊന്നു കൊല വിളിക്കാനും ഒരു മടിയുമില്ലാത്തവരായി മനുഷ്യൻ മാറി. മനുഷ്യനെ ആക്രമിക്കുന്നു, ഒരു ചെന്നായെ ആക്രമിക്കാറില്ല. അതേ വർഗത്തിൽപ്പെട്ടവരെ, അതേ ഇനത്തിൽപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽപ്പെട്ടവരെ ചെന്നായയോ നാൽക്കാലികളോ എന്നാൽ വന്യമൃഗങ്ങളോ ആക്രമിക്കാറില്ല. പക്ഷേ മനുഷ്യനങ്ങനെയല്ല. അതുകൊണ്ട് നഈബു സമാനനാ വൽ ഐബു ഫീനാ, നമ്മളിങ്ങനെ കാലത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാലത്തിന്റെ പ്രശ്നം വമാ ലിസമാനിനാ ഐബുൻ സിവാനാ, ഞാനും നിങ്ങളുമെല്ലാം ജനിച്ചതാണ് ഈ കാലത്തിന്റെ കുഴപ്പം. നമ്മൾ ജനിച്ചു എന്നതാണ് ഈ കാലത്തിന്റെ കുഴപ്പം. അപ്പൊ മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ ഏകദേശം 1200 വർഷം മുമ്പ് ജനിച്ച ആളാണ്. അള്ളാഹിന്റെ ഹബീബിന്റെ ശേഷം ഒരു 100 വർഷത്തിന് ശേഷമാണ് ഇമാം ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. അദ്ദേഹം ആ കാലഘട്ടത്തെ കുറിച്ചാണ് ഇത് പാടുന്നത്. അന്ന് വരെ ആളുകൾ പറയുന്നുണ്ട് കാലം മോശാണ്, കാലം മോശാണ്. നമ്മൾ ഇന്നും പറയുന്നു കാലം വളരെ മോശാണ്. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരെ, പാവങ്ങളായ നല്ലവരായ ചെറുപ്പക്കാരെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരൊക്കെ വിചാരിച്ചു എന്തായാലും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും നാട്ടുകാർക്കില്ല, കമ്മിറ്റിക്കാർക്ക് എന്തായാലും ഇല്ല. അങ്ങനെ ഒരു നല്ല അഭിപ്രായമുണ്ടെങ്കിൽ വഴിതെറ്റുന്ന യുവാക്കളെന്ന വിഷയം കൊടുക്കൂലല്ലോ. ഏതായാലും അവർക്ക് ഇല്ലാത്തൊരഭിപ്രായം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെറുപ്പക്കാരൊന്നും വരാത്തത്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? 15 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ള ആളുകളാണ് യുവാക്കൾ. ഇന്നത്തെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്, വിരോധാഭാസം എന്ന് പറയുന്നത്, ഇന്നത്തെ വാളുകളിലൊക്കെ വിഷയം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, വഴിതെറ്റുന്ന യുവാക്കൾ, യുവതികൾ എന്നൊക്കെയാണ്. എന്നിട്ട് പറയുന്നതൊക്കെ 50 വയസ്സിന്റെ മുകളിലുള്ള രക്ഷിതാക്കളോട്. വിഷയം വഴിതെറ്റുന്ന യുവാക്കൾ, കേൾക്കുന്നത് 50 വയസ്സിന്റെ മുകളിലുള്ള വയസ്സന്മാർ.
അല്ലേ? നമ്മളെന്നെ നോക്കിയേ, സദസ്സിലേക്കൊന്ന് നോക്കിയേ. 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള എത്ര പേര് സദസ്സിലുണ്ട്? മുത്തഅല്ലിങ്ങളല്ലാത്ത ആളുകളൊന്ന് കൈപൊക്കെ. 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള മുത്തഅല്ലിങ്ങളല്ലാത്ത ആളുകൾ ആരുമില്ലേ? ഓക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ യുവാക്കളെ ചീത്ത പറയാ, ആകെ വന്നത് വയസ്സന്മാരാ. അപ്പോ യുവാക്കള് വഴി തെറ്റിയിട്ടൊന്നുമില്ല. അവരൊക്കെ നല്ല കുട്ടികളാണ്, അവരൊക്കെ വളരെ നല്ലവരാണ്. നമ്മളായിട്ട് അവരെ മോശമാക്കാതിരുന്നാൽ മതി. പിന്നെ ആർക്കാ വഴി തെറ്റിയത്? വഴി തെറ്റിയതൊക്കെ രക്ഷിതാക്കളായ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കാണ്. നിങ്ങളെ വഴി തെറ്റിയത് അവരല്ല. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളുടെ പോലെയുള്ള ഒരു ഉപ്പയാണ് എനിക്കും ഉണ്ടായിരുന്നത്, ഉള്ളത്. എൻ്റെ ഉപ്പൊക്കെ വഅദിന് പോകുമ്പോൾ ഇന്നും എൻ്റെ കൈയും പിടിച്ചിട്ട് വഅദിന് പോകും നാട്ടിൽ. ഉപ്പാക്ക് 6 മക്കളുണ്ടെങ്കിൽ 6 മക്കളും വഅദ് കഴിയുന്നത് വരെ സദസ്സിൽ ഇരിക്കണം, എണീറ്റിട്ട് പോകാൻ പാടില്ല. മൂത്തൊഴിക്കാൻ പിടിച്ചാൽ അവർ എണീറ്റ് പോകാൻ പാടില്ല. നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയാണ് നമ്മളൊക്കെ വളർന്നത്. ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലെത്തണം. 4 മക്കളുണ്ടെങ്കിൽ 4 പേരെയും പള്ളിയിൽ കാണണം. ഹദ്ദാദിന് ഇരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം. ചമ്പ്രം പടിഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല പള്ളിയിൽ. മനസ്സിലായോ? ഇഫ്തറാഷിന്റെ ഇരുത്തം കഴിഞ്ഞാൽ അടുത്ത ഇരുത്തം ചമ്പ്രം പടിഞ്ഞിട്ടുള്ള ഇരുത്തം ഇസ്ലാമിൽ. നിസ്കരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അഫ്ദലായ ഇരുത്തം ഇഫ്തറാഷിന്റെ ഇരുത്താണ്. അത് കഴിഞ്ഞാലുള്ള ഇരുത്തം ചമ്പ്രം പടിഞ്ഞിട്ട് ഇരിക്കലാണ്. രണ്ടാമത്തെ ഇരുത്തം ഇസ്ലാമിൽ മോശമായിട്ടുള്ള ഇരുത്തമല്ല ഇരുത്തം. ഏത് ഇരുത്തം എന്ന് മനസ്സിലായോ? ഈ ചമ്പ്രം പടിഞ്ഞിട്ടുള്ള ഇരുത്തം മനസ്സിലായില്ലേ? ആ ഇരുത്തം ഇസ്ലാമിൽ തെറ്റായ ഒരു ഇരുത്തല്ല, ഹലാലായ 2ാം സ്ഥാനമുള്ള ഇരുത്തം. തവറുക്കിന്റെ ഇരുത്തത്തിനേക്കാളും ആ ഇരുത്തത്തിന് പ്രാധാന്യമുണ്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക്. അങ്ങനെ ഇരുന്നവരെ ചീത്ത പറയും. ഇശാ നിസ്കാരത്തിന് ജമാഅത്തും കഴിയുന്നത് വരെ ഇരിക്കും. എങ്ങാനും ഏതെങ്കിലും ഒരു വഖത്തിന് മസ്ബൂക്കായാൽ അന്ന് വീട്ടിലെത്തിയാൽ അടിയാണ്. ഇതായിരുന്നു രക്ഷിതാക്കൾ, ഒരു കാലത്തുണ്ടായിരുന്ന രക്ഷിതാക്കൾ ഇതായിരുന്നു. ഇന്നത്തെ രക്ഷിതാക്കളായ നമ്മുടെ അവസ്ഥ നോക്ക്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ മക്കളില്ലേ? നിങ്ങളെ മക്കളിൽ എത്ര പേര് വഅദിന് വന്നു എന്ന് നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? മക്കൾ വഅദിന് വന്നിട്ട് ഇരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ നോക്കിയോ ഒന്ന്? എൻ്റെ മക്കൾ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ? എൻ്റെ മക്കൾ ഇശാ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ? എൻ്റെ മക്കൾ ഹദ്ദാദിന് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ? നിങ്ങൾ 2 മണിക്കൂർ വഅദിന് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ മക്കളോടൊന്ന് ചോദിക്കോ, മക്കളെ നിങ്ങൾ വഅദിന് വന്നിരുന്നോ? എന്താ ഉസ്താദ് പറഞ്ഞു? നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് വരെ നിങ്ങൾ ചോദിക്കോ. അപ്പൊ ആർക്കാ പിഴച്ചത്? നിങ്ങൾ പറ, ആർക്കാ പിഴച്ചത്? മക്കൾക്കാണോ രക്ഷിതാക്കൾക്കാണോ? ആർക്കാ പിഴച്ചത്? അന്ന് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഉപ്പയുടെ നിർബന്ധത്തിൽ ഞാനൊക്കെ വഅദ് കേട്ടതും പള്ളിക്ക് പോയതൊക്കെ, അന്ന് ഉപ്പ സ്ട്രിക്റ്റ് അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ പള്ളിക്കൊന്നും പോലെ നമ്മൾ ഇവരെ പോലെ കളിച്ചെടുക്കും. സ്വാഭാവികമാണ്, നമ്മുടെ പ്രായമാണത്, കളിച്ചെടുക്കേണ്ട പ്രായമാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മളൊക്കെ കളിക്കുക. പക്വതയും ബോധം എത്താത്ത സമയമാണത്. അപ്പോൾ ഒരാൾ കൈപ്പിടിക്കാൻ ഉണ്ടാവണം കൂടെ, എങ്കിൽ അവർ വഴിതെറ്റില്ല. ഇന്ന് നമ്മുടെ നാടുകളിൽ സംഭവിച്ചത്, കൈപ്പിടിച്ചുയർത്തേണ്ട രക്ഷിതാക്കൾക്ക് അവരെ കൈപ്പിടിച്ചുയർത്താൻ താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ വഅദ് പറയുന്ന ഉസ്താദിന്റെ തലയിലിട്ട് കൊടുക്കുക, അവരെ ചീത്ത പറയാൻ. അതേപോലെ തന്നെ പള്ളിയിലുള്ള ഖത്തീബിന്റെ തലയിലിട്ട് കൊടുക്കുക, ജുമയ്ക്ക് ചീത്ത പറയാൻ. പാവം ഖത്തീബ് ഉസ്താദ് എണീച്ചിട്ട് ജുമയ്ക്ക് ചീത്ത പറഞ്ഞാൽ മക്കൾ സലാം വീട്ടോടെ എണീറ്റിട്ട് ഓടും. ഇതാണ് വെള്ളിയാഴ്ച ജുമയുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ ഞാനൊരിക്കലും അവർ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലേ അല്ല. എവിടെ വഅദിന് ഇങ്ങനെ വിഷയം തന്നാലും ഞാൻ പറയലേ, ഇവിടുത്തെ ചെറുപ്പക്കാർ, നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ എത്രയോ നല്ലവരാണ്. ഇന്ന് യുവാക്കൾക്ക് നിസ്കാരമുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിസ്കരിച്ചതിനേക്കാളും ഇന്നത്തെ യുവാക്കൾ നിസ്കരിക്കുന്നുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ ചെറുപ്പത്തിൽ ഇപ്പം ഇന്നത്തെ വയസ്സായ ആളുകൾ 60, 70, 50 വയസ്സ് പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ യൗവനത്തിൽ നിസ്കരിച്ചതിനേക്കാളും ഇന്നത്തെ യുവാക്കൾക്ക് നിസ്കാരമുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റും. അന്നുണ്ടായിരുന്ന അടിച്ചുപൊളിയേക്കാളും ഇന്നത്തെ യുവാക്കൾ അടിച്ചുപൊളി ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല. അന്ന് ഇതിനേക്കാളും വലിയ അടിച്ചുപൊളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് ആരും അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അന്നത്തെ യുവാക്കളൊക്കെ പഴയ ഫോട്ടോ നോക്കി, നിങ്ങളൊക്കെ കല്യാണത്തിൻ്റെ പഴയ ഫോട്ടോ നോക്കി, ആ പഴയ ജയൻ്റെ ഫാൻറ്റും അല്ലേ, നീണ്ട മുടിയും ചുരുണ്ട, പിന്നെ പാൻറ്റൊക്കെ ഇങ്ങനെ താഴെ ടൈറ്റ്, ഇപ്പോൾ ടൈറ്റാണ്, പണ്ടിങ്ങനെ ഒരു നീണ്ട വിശാലമായ പാൻറ്റൊക്കെ ഉണ്ടാവുക, ഇൻസൈഡ് നെഞ്ഞിലേക്ക് ഇൻസൈഡ് ആക്കിയിട്ടുണ്ടാവും. അതൊക്കെ അന്നത്തെ ട്രെൻഡാണ്. ഇന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ തമാശ തോന്നും, അന്നത്തെ മോഡലാണിത്. അപ്പോൾ അന്ന് നമ്മൾ മോഡലാക്കിയതുപോലെ തന്നെ അത്രയുള്ളൂ ഇന്നത്തെ യുവാക്കൾ മോഡലാക്കുന്നത്. അവർ കൂടുതലായിട്ടൊന്നും മോഡലാക്കുന്നില്ല. പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, അന്നത്തെ നമ്മുടെ ഉപ്പമാർക്കൊക്കെ നമ്മൾ നന്നാവണം എന്ന പൂതി ഉണ്ടായിരുന്നു. ഇന്നത്തെ രക്ഷിതാക്കൾക്ക് അവരെന്തായാലും കുഴപ്പമില്ല എന്ന ചിന്താഗതിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. അന്നത്തെ ഉപ്പമാർക്ക് മക്കൾ നന്നാവണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതിനുവേണ്ടി അധ്വാനിക്കൂല. ഇന്നത്തെ പ്രശ്നം ഇതാണ്. ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, നമ്മൾ നന്നാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നിങ്ങളെപ്പോലെ തന്നെ നമ്മളെ മക്കൾക്ക് ഇതിനേക്കാൾ ആഗ്രഹമുണ്ട്. എല്ലാ ദിവസവും എൻ്റെ അടുത്ത് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന്, പള്ളിക്ക് വരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അധ്വാനിക്കുന്നില്ല എന്നുള്ളതാണ്. 700 വീടുള്ള ഒരു മഹല്ല്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എന്നെ ഉറൂസിന് വിളിക്കുന്നത് ജബ്ബാർക്കാണ്. എനിക്ക് ആരും അറിയില്ല, ജബ്ബാർ ചാനും അറിയില്ല, ലത്തീഫ് ചാനും അറിയില്ല, ആരും എനിക്കറിയില്ല. ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ലത്തീഫ് ചാൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ലത്തീഫ് ചാൻ പേര് കേട്ടിട്ടുണ്ട്, എനിക്ക് ആരെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഒരാൾ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് ലത്തീഫ് ചാൻ ആണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനൊന്നും അറിയാത്തത് കൊണ്ട് ആരും ലത്തീഫ് ചാന്ന് എനിക്കറിയില്ല. അങ്ങനെ കേട്ടത് മാത്രമല്ല, ലത്തീഫ് ചാ ഉണ്ടെന്ന് കണ്ടിട്ടില്ല മുമ്പ്. അങ്ങനെ കണ്ടു. ഇപ്പോൾ ലത്തീഫ് ചാവും നമ്മളും തമ്മിൽ ഒന്നിച്ചൊരു സ്കൂളൊക്കെ നടത്തുന്നത് കൊണ്ട് നല്ലൊരു ബന്ധം കൂടിയാണ്. അപ്പോൾ ലത്തീഫ് ചാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് ഇവിടെ എനിക്ക് വരേണ്ട ഒരു സാഹചര്യമല്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേൺ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇൻറ്റേൺ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ നാളെ രാവിലെ 9:30 മണിക്ക് വീണ്ടും ഒരു ഇൻറ്റേണൽ എക്സാം ഉണ്ട്. അപ്പോൾ അതെനിക്ക് തിരിച്ചു പോകണം. പക്ഷേ നമ്മൾ ലത്തീഫ് ചാ ചോദിക്കുമ്പോൾ ഇനി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യമായി. അപ്പോൾ 700 വീടുകളുള്ള നമ്മുടെ ഈ മഹല്ലിൽ എത്ര യുവാക്കളുണ്ടാകും? മിനിമം ഒരു 700 യുവാക്കൾ എന്തായാലും ഉണ്ടാവില്ലേ? ഞാൻ വിഷയത്തിലേക്ക് വരെ, നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. എനിക്ക് ലൈവ് ഉണ്ടാകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ഈ ലൈവ് ഉണ്ടാകുമ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളോട് സംസാരിക്കുന്ന സംസാരം നിങ്ങൾ മാത്രം കേട്ടാൽ മതി, പുറം നാട്ടുകാർ കേൾക്കാൻ പാടില്ല. അങ്ങനല്ലേ? ഉപ്പളം കുന്നിലുള്ള നിങ്ങളോട് സംസാരിക്കേണ്ട സംസാരം നിങ്ങൾ മാത്രം കേട്ടാൽ മതി. ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങ് ഗൾഫിലുള്ള ആളും കേൾക്കും. അപ്പോൾ അതൊരു രസമില്ല. അപ്പോൾ 700 വീടുള്ള നമ്മുടെ മഹല്ലിൽ മിനിമം 700 ചെറുപ്പക്കാരെങ്കിലും ഉണ്ടാവില്ലേ? മിനിമം ഒരു വീട്ടിൽ 4-5 മക്കളെങ്കിലും ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഗൾഫും ജോലിയൊക്കെ നോക്കിയാൽ 700 ആളുകളെങ്കിലും ഉണ്ടാവും, യുവാക്കൾ. പക്ഷെ 700 യുവാക്കൾ ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ 700 രക്ഷിതാക്കളുണ്ടോ? 700 വീടുണ്ടാകുമ്പോൾ 700 രക്ഷിതാക്കൾ ഉണ്ടാവണം, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആരാ പിഴച്ചത്? ഒന്നുകിൽ നിങ്ങൾക്ക് നാട്ടുകാർക്ക് ആർക്കും ഇത്തരം വിഷയങ്ങളൊന്നും എത്തിയിട്ടുണ്ടാവാത്തൊരു സാഹചര്യം ആവണം. നാട്ടിലിങ്ങനെ ഒരു പരിപാടി നടക്കുന്നതേ അറിയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമില്ല. സോഷ്യൽ മീഡിയ ഉണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് എന്തായാലും ആളുകൾ പങ്കെടുക്കും. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ യുവാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ സംസാരിക്കാറില്ല. യുവാക്കൾ വഴിതെറ്റി എന്ന് ഞാൻ പറയില്ല. യുവാക്കളൊക്കെ നല്ല ചെറുപ്പക്കാരാണ്. അള്ളാഹു ഇനിയും അവരെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. പിഴവ് സംഭവിച്ചതൊക്കെ രക്ഷിതാക്കളായ നമ്മൾക്ക് ചെറിയൊരു അശ്രദ്ധ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവും. നമ്മുടെ പോരായ്മയെ നമ്മൾ യുവാക്കളിലേക്ക് എന്ത് ചെയ്യരുത്? ഇമ്പോസ് ചെയ്യരുത്, ചുമത്തി വെക്കരുത്. നമ്മുടെ പോരായ്മ, നമ്മുടെ കുറവിനെ, നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ തലയിലേക്ക് ഇട്ടിട്ട് ഒഴിഞ്ഞു മാറാൻ നമ്മൾ ആരും ശ്രമിക്കണം. കുഴപ്പം നമ്മുടേത് തന്നെയാണ്. നിങ്ങൾക്കറിയോ, നാളെ പാരത്രിക ലോകത്തെത്തിയാൽ മക്കളോട് നീ എന്താടാ നിന്റെ ഉപ്പാനെ ബഹുമാനിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നതിനേക്കാളും മുമ്പ് അള്ളാഹു ഉപ്പയോട് ചോദിക്കും, നീ എന്തേ നിന്റെ മക്കളെ നന്നാക്കാത്തത് എന്ന്. മനസ്സിലായോ? നമ്മൾ ഇതുവരെ കേട്ട വാലെന്താ?
മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, അല്ലെ? അല്ലെങ്കിൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ തരും കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മക്കളോടൊക്കെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നല്ലോണം പറഞ്ഞു. സത്യം പറഞ്ഞാല് മക്കളോട് മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പേ മാതാപിതാക്കളോട് അള്ളാഹു നീ മക്കളെ എങ്ങനെ വളർത്തി എന്ന് ചോദിക്കുമെന്നാണ്. മക്കളെങ്ങനെ വളർത്തി എന്ന് ചോദിക്കുമെന്നാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? SSLC വരെ പഠിച്ചിട്ടുണ്ടോ? പഴയ ആളുകളൊക്കെ SSLC വരെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെ കുറ്റം പറയാം? നിങ്ങൾ ഉപ്പാനല്ലേ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നല്ലേ പറയാം? അല്ല, അങ്ങനല്ലേ പറയാ? എൻ്റെ ഉപ്പ 1000 വട്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 1000 വട്ടം. ഞാൻ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് പുസ്തകമൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠന്മാരും എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെങ്കിലും പഠിക്കണമെന്ന് 1000 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. 1000 വട്ടം. എൻ്റെ ഉപ്പ എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല. നിങ്ങൾ നോക്ക്, ദുനിയാവിൽ നമ്മളൊരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ നമ്മുടെ ഉപ്പമാരെ നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആഖിറത്തിലൊരു പ്രതിസന്ധിയിലെത്തുമ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചു. നമ്മളെ നരകത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോവാൻ. നമ്മളെ നരകത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകണം. അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി വേറെ ഇല്ലല്ലോ. നിങ്ങളിവിടെ ഇല്ല, എല്ലാവരും ഇവിടെ ഇല്ലേ? നമ്മൾ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോവാൻ. അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി വേറെ ലോകത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കുട്ടി, ആ കുട്ടി ആരെ കുറിച്ചിട്ടാണ് അള്ളാഹുവിനോട് കംപ്ലൈന്റ് പറയാ? ഉപ്പാനെ കുറിച്ചിട്ടല്ല. എൻ്റെ ഉപ്പ എന്നെ നന്നാക്കിയിട്ടില്ല എന്നാ പറയാ. എന്താടാ നീ നന്നാവാത്തത്? എൻ്റെ ഉപ്പ എന്നെ നന്നാക്കിയിട്ടില്ല. എന്താണ് നീ പഠിക്കാത്തത്? എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മളൊക്കെ പറയുന്നത് എൻ്റെ ഉപ്പ പഠിപ്പിച്ചിട്ടില്ല എന്ന്. സിമ്പിൾ. പ്രത്യേകിച്ച് കാരണം നീ പഠിക്കാത്തതിൻ്റെ പേരിൽ ആരും നിന്നെ അടിക്കൊന്നുമില്ല. എന്നാലും പഠിക്കാൻ പറ്റാത്തതിലുള്ള ടെൻഷൻ കാരണം നീ പറയാണ് എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇതേപോലെ നാളെ നരകത്തിലേക്ക് വീഴുമ്പോ മക്കൾ അള്ളാഹുവിനോട് പറയുന്നൊരു മറുപടി ഉണ്ട്. പഠിച്ചോനെ, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എൻ്റെ പിതാവ് നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല. എൻ്റെ ഉപ്പ നരകത്തിൽ കടക്കാതെ ഞാൻ ഒരു കാരണവശാലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു വിളിക്കുന്നത് രക്ഷിതാക്കളെയാണ്, മാതാപിതാക്കളെയാണ്. ഇതാ നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലോ. നിങ്ങൾ നോക്കഴിഞ്ഞിട്ടല്ലേ? നമ്മുടെ മക്കൾ മോശമാവാൻ കാരണം നമ്മുടെ അശ്രദ്ധയാണെങ്കിൽ, ശ്രദ്ധിച്ചോളൂ, നമ്മുടെ മക്കൾ മോശമാവാനുള്ള കാരണം നമ്മുടെ അശ്രദ്ധയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെയല്ല ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ അല്ലാഹു വലിച്ചെറിയാം, മക്കള് പിന്നെ. അപ്പൊ നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഞാൻ എല്ലാ വഅദിനും പോയിട്ടുണ്ടല്ലോ, നാട്ടിൽ നടക്കുന്ന വഅദിന് ഞാൻ പോയിട്ടുണ്ട്, പള്ളിക്ക് ഞാൻ പോയിട്ടുണ്ട്, ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്, തഹജ്ജുദ് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ എന്താ സ്വർഗത്തിലെത്തി, അല്ല ഞാൻ എന്താ നരകത്തിലെത്തി എന്ന ചിന്ത വരും. എന്തുകൊണ്ടാണ് നരകത്തിലെത്തുന്നത്? നിങ്ങളൊക്കെ ഓക്കെ ശരി, നിങ്ങളെ മക്കളെ നന്നാക്കാത്തത് കൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ വിശ്വാസികളെ, നിങ്ങൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ സന്താനങ്ങളും നാളെ നരകത്തിൽ വീഴാതെ സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളായ നിങ്ങളുടെ കടമയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ മക്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി ചിന്തിക്കേണ്ടത് കൂടി എന്റെ ബാധ്യതയാണ്. എന്റെ മക്കള് നരകത്തിലാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാനോക്കെ എന്ന് ചിന്തിച്ചൊരാള് സ്വർഗത്തിലേക്കുള്ള അമല് ചെയ്യുകയും മക്കളെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ ആ പിതാവ് എത്ര നന്മ ചെയ്താലും ആ പിതാവും കൂടി നരകത്തിലേക്ക് പോകേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ വീഴാതെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്.
ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഒരു സ്വഹാബി ബോധം കെട്ട് താഴേക്ക് വീണത്. നബി തങ്ങൾ അയാളുടെ ചുണ്ടിലേക്ക് ചെവി വെച്ച് നോക്കുമ്പോൾ അയാൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം, പക്ഷെ എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ഉറപ്പ് പറയാൻ കഴിയുക? എന്റെ മക്കളുടെ വിഷയം എനിക്ക് എങ്ങനെയാണ് ഉറപ്പ് പറയാൻ കഴിയുക? എന്റെ കാര്യം ഞാൻ നരകത്തിൽ വീഴാതെ എനിക്ക് സൂക്ഷിക്കാം, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ മതി. പക്ഷെ എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാ സൂക്ഷിക്കാം? അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ കല്യാണം കഴിച്ചോ, നിനക്ക് കുട്ടിയുണ്ടോ, അവരും നരകത്തിൽ വീഴാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, നിങ്ങൾ ഇൻ വുലിദ ലഹു മൗലൂദുൻ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ഫൽയുഹ്സിൻ ഇസ്മഹു വ അദബ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണം. ഫൽയുഹ്സിൻ ഇസ്മഹു വ അദബ, നല്ല പേരിട്ട് കൊടുക്കണം. നല്ല പേരെന്ന് പറഞ്ഞാൽ ഉസ്താദുമാരെ ബുദ്ധിമുട്ടിക്കാനല്ല ഈ നല്ല പേരിന്റെ അർത്ഥം. നല്ല പേരെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസങ്ങളുണ്ട്, ഒരുപാട് ഇതിഹാസങ്ങൾ, അവരുടെ പേരിട്ട് കൊടുക്കുക. അതല്ലാതെ കേൾക്കാൻ രസമുള്ള ജഡ്ജും ഷീനൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പേരുകളുണ്ട്. ഫാരിസിയാണോ, പേർഷ്യനാണോ, ഉറുദു ആണോ, അറബിയാണോ എന്നറിയാത്ത പേരുകൾ. അത്തരം പേരുകൾ നെറ്റിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് നിങ്ങളെ മക്കൾക്ക് ഇട്ട് കൊടുക്കാനല്ല. എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറെ പേരുകളുണ്ട്, അങ്ങനെ ഇട്ട് കൊടുക്കാനല്ല പറഞ്ഞു. നല്ല പേരിട്ട് കൊടുക്കൽ ഒരു മാതാവിന്റെ പിതാവിന്റെ കടമയാണ്. പിന്നൊന്നുണ്ട് ഇതിൽ, ഇവിടെ ശ്രദ്ധിക്കാൻ. പേരിട്ട് കൊടുത്തതിനല്ല, പേരിട്ട് കൊടുത്തതിന് ശേഷമല്ല പേരിന്റെ അർത്ഥം ആലോചിക്കേണ്ടത്. പേര് ചിന്തിച്ചതിന് ശേഷം ഉസ്താദേ ഇതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെയല്ല. അർത്ഥം ചിന്തിച്ചതിന് ശേഷം ഇതിനെ പറ്റിയ പേരുണ്ടോ എന്നാ നോക്കേണ്ടത്. നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ മകൻ ഒരു നേതാവാകണം എന്നാണ്. അപ്പൊ നേതാവാകണം, എന്താ പേരിട? നേതാവ്, റഈസ് എന്നിട്ടാലോ കുഴപ്പമില്ല. ഫാത്തിഹ്, ലോകം തന്നെ വെട്ടിപ്പിടിക്കുന്നവൻ, കീഴടക്കുന്നവൻ, കുഴപ്പമില്ല, അങ്ങനെ പേരിടേണ്ട. സത്യസന്ധനാവണം എന്റെ മകൻ. സ്വാദിഖ് എന്നിട്ടാലോ? എന്റെ മകൻ ഒരു വിജയിയാവണം, സഈദ് എന്നിട്ടാലോ? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, മക്കൾക്കൊരു എയിം ഉണ്ടാവും. നമ്മുടെ മക്കൾ ആരാവണം, ആ അർത്ഥം മനസ്സിൽ കരുതിയതിനു ശേഷം അതിനെ പറ്റിയ പേര് നമ്മൾ ഇടേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പേര് കണ്ടിട്ട് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കലല്ല. ഫൽയുഹ്സിൻ ഇസ്മഹു വ അദബ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം, അദബും പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ പറഞ്ഞു ഫഇൻ ബലഗ ഫൽയുസവ്വിജുഹു, പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എന്താ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ? 15 വയസ്സാകുമ്പോ ആണിനും പെണ്ണിനും പ്രായപൂർത്തിയാവും. 15 വയസ്സാകുമ്പോ. അപ്പൊ 15 വയസ്സാകുമ്പോ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദീനീ ബോധമുള്ള സൽസ്വഭാവിയായ ഒരു പ്രപ്പോസൽ വന്നാൽ, നിങ്ങളുടെ മകൾക്കൊരു പ്രപ്പോസൽ വരികയാണ്, നല്ല സ്വഭാവമുള്ള ഒരാൾ, നല്ല ദീനീ ബോധമുള്ള ഒരാൾ, അങ്ങനൊരു പ്രപ്പോസൽ വന്നാൽ നിങ്ങൾ ഉടനെ വിവാഹം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിലോ ഇല്ലാ തകുൻ ഫിത്നതുൻ വഫസാദുൻ അരീൽ, ഭൂമിയിൽ ഒരുപാട് ഫിത്നകളും ഫസാദുകളും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കല്യാണത്തിന്റെ പ്രായം ഇസ്ലാമിൽ പ്രായപൂർത്തിയെത്തലാണ്. പക്ഷെ നിങ്ങൾ 15 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എപ്പോഴാ? വളരെ നേരത്തെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. 18 വയസ്സായ ഒരു പെണ്ണും 22 വയസ്സായ ഒരു ചെറുപ്പക്കാരനും ഒരു കാരണവശാലും നിക്കാഹ് വൈകാൻ പാടില്ല. നിക്കാഹ് വേറെയാണ്, കല്യാണം വേറെയാണ്. മക്കള് വഴികേടിലാകുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നവർ, എന്ന് പേടിയുള്ളവർ, മക്കള് തെറ്റിപ്പോകുമോ എന്ന് ചിന്തിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് 18 വയസ്സായാൽ ഒരു പെണ്ണിനുടനെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. 22 വയസ്സായാൽ ഒരു ചെറുപ്പക്കാരനും നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം.
കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിക്കലോടുകൂടി ഒരു മനുഷ്യൻ 75% നന്നാകുമെന്ന്. കല്യാണം കഴിക്കലോടുകൂടി ഒരാൾ 75% നന്നാകുമെന്ന്. ഒരാള് കല്യാണം കഴിക്കുന്നത്, അല്ലാഹുവേ എന്റെ കണ്ണിലൂടെ ഹറാമുകൾ കാണുന്നുണ്ടല്ലോ, പടച്ചോനെ എന്റെ ലൈംഗിക അവയവങ്ങൾ ഹറാമിനോട് താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ കണ്ണിലൂടെ ഹറാമ് കാണാതിരിക്കാൻ, ലൈംഗിക അവയവത്തിലൂടെ ഹറാമ് സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവേ ഞാനിതാ വിവാഹം കഴിക്കുന്നു എന്നൊരാൾ തീരുമാനിച്ചാൽ അയാളെ സഹായിക്കേണ്ടത് അല്ലാഹുവിന് നിർബന്ധമായ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, അവരെ സഹായിക്കൽ അല്ലാഹുവിന് നിർബന്ധമായ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? വീട് നിറഞ്ഞു നിൽക്കുമ്പോഴല്ല കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്. സ്വാഭാവികമായി ആണായാലും പെണ്ണായാലും പ്രായപൂർത്തി എത്തുമ്പോൾ ഓപ്പോസിറ്റ് വിഭാഗത്തോട് അട്രാക്ഷൻ തോന്നും. അത് പ്രകൃതിയാണ്. ഒരു ചെറുപ്പക്കാരന് 15 വയസ്സ് പ്രായപൂർത്തിയായാൽ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നും. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 8 വയസ്സ് വരെ, 8ാം ക്ലാസ് വരെ സ്കൂളിലുള്ള ഗേൾസും ബോയ്സും പൊരിഞ്ഞ അടിയായിരിക്കും. അങ്ങോട്ട് ഡസ്റ്റർ എറിയല്, ടീച്ചറോട് കംപ്ലൈന്റ് പറയല്, അടിക്കല്, പിന്നെ മാക്സിമം അടിയായിരിക്കും. 8ാം ക്ലാസ് വരെ ബോയ്സും ഗേൾസും ശത്രുക്കളെ പോലെ കാണും. നിങ്ങളൊക്കെ പഠിച്ചാൽ തന്നെയല്ലേ സ്കൂളിൽ? അങ്ങനെ തന്നെ, നമ്മളൊക്കെ കാലത്തൊക്കെ അങ്ങനെ തന്നെ. 8 കെട്ട് കഴിഞ്ഞാൽ അഥവാ പ്രായപൂർത്തി ഒരു ചെറുപ്പക്കാരനായി മാറാണ്. ആണും പെണ്ണിനും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടി മാറിയിട്ട് സ്നേഹത്തിലേക്ക് പോവാണ്. അങ്ങനെ തന്നെയല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ സ്കൂളിൽ വളർന്നത്? നിങ്ങളെന്തൊരു പഠിക്കാത്ത പോലെ ആക്കുന്നത്? ഇത് പ്രകൃതിയാണ്. ഇത് നിങ്ങൾ പേടിച്ചിട്ട് നാണിച്ചിട്ട് തല താഴ്ത്തേണ്ട വിഷയം. ഇതൊരു നാച്ചുറൽ, ഇങ്ങനെയാ മനുഷ്യനെ പഠിത്തവും സൃഷ്ടിച്ചത്. നിങ്ങൾ പേടിച്ചിട്ട് നാണിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ ക്ലാസ്സിലെ ഗേൾസായിട്ട് നല്ല ഫൈറ്റ് ആയിരിക്കും. ടീച്ചർമാരോട് കംപ്ലൈന്റ് പറയാം, ടീച്ചർ അവരങ്ങനെ ചെയ്തു, ഇവരെ കംപ്ലൈന്റ് ഇവരിങ്ങനെ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈന്റും അടിയും ചോക്കറിയല് പെണ്ണറിയല് അടി കൊടുക്കലൊക്കെ, മുടി പിടിച്ച് വലിക്കല്. എന്നാൽ നിങ്ങളൊരു SSLCയും +1ഉം +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നതോ ഡസ്റ്റർ എറിയുന്നതോ മുടി പിടിച്ച് വലിക്കുന്നത് കാണാറുണ്ടോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നുക, പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും. എന്തുകൊണ്ട്? പ്രായപൂർത്തി എത്തി രണ്ടുപേരും. അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ തന്നെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അട്രാക്ഷൻ തോന്നുമ്പോൾ തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ഹറാമിലൂടെ അവർ തുടരും. ഹറാമിലൂടെ അവർ ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും പ്രണയിക്കാനും പ്രേമിക്കാനും തുടങ്ങും. അതുകൊണ്ട് വളരെ നേരത്തെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 18 വയസ്സ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ പ്രായമാണ്. +2 കഴിഞ്ഞ പ്രായമാണ്. ആ സമയത്ത് അവർക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തവരെ ഡിഗ്രി പഠിക്കാൻ നമ്മൾ വിടുകയാണ്. ഡിഗ്രി പഠിക്കാൻ വിടാൻ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തിട്ട് നല്ല സുഖമായിരിക്കുമല്ലോ അവർക്ക്. കോളേജിൽ ആരെങ്കിലും പ്രണയിക്കാൻ പോവോ? ഇല്ല. എന്തേ? ഇവള് ഹിച്ചഡാണ്, ഇവർ പ്രപ്പോസ്ഡാണ്, എൻഗേജ് കഴിഞ്ഞ പെണ്ണാണ്, നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണ് ഇവൾ. അവ പ്രണയിക്കാൻ പോകും. ഈ പെണ്ണിനും വേറൊരാളോട് പ്രണയമോ താല്പര്യമോ തോന്നില്ല. എന്തേ? ഇവൾക്ക് ഒരു ഭർത്താവുണ്ട്, നിക്കാഹ് കഴിഞ്ഞൊരു ഭർത്താവുണ്ട്. കറങ്ങാൻ പോകാനും ബൈക്കിൽ കറങ്ങാനും കാറിൽ കറങ്ങാനും കൂൾബാറിൽ പോകാനൊക്കെ ആരുണ്ട്? ഭർത്താവുണ്ട്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ടോ വീക്കിലോ ആഴ്ചയിലോ എപ്പോ വേണമെങ്കിലും അവർക്ക് പിക്നിക്കിന് പോവാൻ, ടൂറ് പോവാം. അപ്പൊ അതുകൊണ്ട് ഹറാമായ ചിന്തകൾ ഇവർക്ക് വരൂല. അതേപോലെ ചെറുപ്പക്കാരനും ഇസ്ലാമിക നിയമപ്രകാരം ആ ടൈമിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം നമ്മൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല, ഇവിടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. 22 വയസ്സായ രണ്ടുപേരെയും നമ്മൾ നിക്കാഹ് കഴിപ്പിച്ചതിന് ശേഷം സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. പഠിക്കണം നമ്മുടെ മക്കളെ. പഠനത്തിൽ നിന്നൊരടി പിന്നോട്ട് പോകാൻ പാടില്ല നമ്മുടെ മക്കളാരും. കാരണം ഇസ്ലാം, ഈ മക്കളൊക്കെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? നമ്മുടെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾക്ക് നമ്മുടെ മക്കളെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത്.
അവരൊക്കെ ഇസ്ലാം ദീനിന് ഉപകരിക്കുന്നവരാവണം. ഈ മതത്തിന് ഇവരെ കൊണ്ട് നേട്ടമുണ്ടാവണം. ആളുകൾ പറയണം എന്തോരു നല്ല മനുഷ്യരാണ്, ഇന്ന് മുസ്ലിമീങ്ങളൊക്കെ എന്തോരു നല്ല മനുഷ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദീനിന് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവാൻ, എന്തെങ്കിലും ഒരു സംഭാവന ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കണം. പഠിച്ചാലേ പക്വമായ ചിന്തകൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് ആശയങ്ങൾ കടന്നു വരുള്ളൂ. പുതിയ പുതിയ ടെക്നോളജികള്, പുതിയ പുതിയ ഇൻവെൻഷനുകൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള്, ഇതൊക്കെ നമ്മുടെ കൽബിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് വായനകൾ ഉണ്ടാകുമ്പോഴാണ്. വായിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവും. പഠിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, ഫൈൻഡിങ്സ്, അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ കൽബിലേക്ക് കടന്നു വരും. അങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ ഈ രാജ്യത്തിന്, ഈ നാടിന്, ഈ സമുദായത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇവരെ കൊണ്ട് ദീനിന്റെ ഉപകാരം ഉണ്ടാവുന്നത്. അതല്ലാതെ തിന്ന് പോത്തുപോലെ വളർന്നിട്ട് ഒരു ഉപകാരവും ഇല്ലാതെ മരിച്ചാൽ ഇവനെ കൊണ്ട് ഇസ്ലാമിന് എന്തുപകാരമാണ്? എന്തുപകാരം? ഒരുപാട് തിന്നു മരിച്ചു എന്നല്ലാതെ മരിച്ചതിന് ശേഷം ഒരടയാളം പോലും ബാക്കി വെക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിക്ക് ഭാരമല്ലാതെ പിന്നെ എന്താണ് മുഅ്മിനീങ്ങളെ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, നിങ്ങളിൽ എത്ര പേർക്ക്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ ഉപ്പാപ്പയുടെ പേര് പറയാൻ കഴിയും? ഉപ്പാന്റെ ഉപ്പാപ്പല്ല, ഉപ്പാപ്പയുടെ പേര് പറയാൻ കഴിയും? കൈ പൊന്തിച്ച്. ആർക്കും അറിയില്ല ഉപ്പാപ്പയുടെ പേര്? ആർക്കും അറിയില്ല. എന്താ നിങ്ങളെ കുടുംബക്കാരെ പേരെങ്കിലും പഠിച്ചൂടെ? ഈ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മൂപ്പരെ പേര് നിങ്ങൾക്ക് അറിയില്ലേ? അറിയൂ. എന്നാ ഉപ്പാപ്പാന്റെ പേര് അറിയില്ല അല്ലേ? മാലിക് ദിനാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൂപ്പരെ പേര് അറിയില്ലേ? അറിയൂ. എന്നാലും ഉപ്പാപ്പാന്റെ പേര് അറിയില്ല. ഉള്ളാളത്ത് സ്ഥിതി ചെയ്യുന്ന മൂപ്പരെ പേര് അറിയില്ലേ? അന്ത്യവിശ്രമം കൊള്ളുന്ന മൂപ്പരെ പേര് അറിയില്ല. എന്നാലും ഉപ്പാപ്പാന്റെ പേര് അറിയാം. ഇവരൊക്കെ ഉപ്പാപ്പാനേക്കാളും മുമ്പുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടായിരിക്കും? ഉള്ളാളം മദനി തങ്ങളുടെ പേരറിയുന്നുണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേരറിയുന്നുണ്ട്. അതേപോലെ തന്നെ മാലിക് ദിനാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഇച്ചിലങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന, മമ്പുറം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, എന്തിനേറെ രാജസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ, രാജസ്ഥാനിലെ അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ, ഇവരുടെയൊക്കെ പേര് നമുക്കറിയാം. സ്വന്തം നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പാന്റെ പേര് നമ്മൾക്ക് പറയാൻ കഴിയുന്നില്ല. ഇനി നിങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് നിങ്ങളുടെ പേര് പറയാൻ അറിയുമോ? നിങ്ങളുടെ പേരക്കുട്ടികൾ, മക്കളുടെ മകൾ, അതിനാണ് പേരക്കുട്ടി എന്ന് പറയാം. മക്കളുടെ മക്കള്, നമ്മളെന്താ പറയാ, പുള്ളിന്റെ പുള്ളി. നിങ്ങളെ പേരറിയോ? എന്നാലിന്ന ജബ്ബാറാജി ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയോ? ഒരു 100 വർഷം കഴിഞ്ഞാൽ ഉപ്പാപ്പാന്റെ പേര് എന്തെന്നേക്കും? എൻ്റെ ഉപ്പാപ്പാന്റെ പേര് ജബ്ബാറാജി എന്ന് പറയോ? ഇല്ല. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ നാടിന് ഒരടയാളം ബാക്കി വെച്ച് നിങ്ങൾ പോകണം. നിങ്ങൾ തിന്ന് ഇങ്ങനെ മരിച്ചു പോയാൽ നിങ്ങളെ പൗത്രന്മാർക്കോ പേരക്കുട്ടികൾക്കോ ഏറിപ്പോ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ പേരറിയും, നിങ്ങളെ മക്കൾക്ക് അതിനപ്പുറം നിങ്ങളെ പേരറിയില്ല. എന്നിട്ട് എന്താ സംഭവിക്കുക? നിങ്ങൾ മരിച്ചു, പിന്നെ നിങ്ങളെ മക്കളായി, പിന്നെ മക്കളുടെ മക്കളായി. അപ്പോഴേക്കും ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടു. ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചതേ ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചതേ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ മക്കൾ മരിക്കുന്നത് വരെ ഒരു ആണ്ടുണ്ടാവും കൊല്ലത്തിൽ. ഉപ്പാന്റെ ആണ്ട് ഉസ്താദ് വരണം, അങ്ങനെ 1 കൊല്ലം 2 കൊല്ലം. ആ മക്കൾ മരിക്കലോടുകൂടി ഉപ്പാന്റെ ആണ്ട് കഴിഞ്ഞു, നിങ്ങളെ ആണ്ട് കഴിഞ്ഞു. പിന്നെ ഈ മരിച്ച നിങ്ങളെ മക്കളാണ്ട് അവരുടെ മക്കളേക്ക് ഉപ്പാന്റെ ആണ്ട് അയക്കാൻ അവരുണ്ടാവില്ല. അപ്പൊ ഈ നിങ്ങളും ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ. ഏതുപോലെ? നിങ്ങൾ ഉപ്പാപ്പന്മാർ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടതുപോലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഞാൻ മരിച്ചാലും
എൻ്റെ പേര് ഇവിടെ നിന്ന് മായ്ക്കപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മരിച്ചാലും എൻ്റെ പേര് ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ വീട്ടിലൊക്കെ എഴുതി വെച്ചോളി. മക്കൾ കുറച്ച് പൈസ ആകുമ്പോൾ വീട് പൊളിക്കും, പുതിയ വീട് വെക്കും. എന്ത് ചെയ്യും? എവിടെ എഴുതി വെക്കുക? അപ്പൊ ചിന്തകള് മരിക്കുമ്പോ ചില അടയാളങ്ങൾ ബാക്കി വെക്കണമെന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. മഹാനായ ശംസുൽ ഉലമ നമ്മളെന്നും അനുസ്മരണം നടത്തുന്നു, വേദികളിൽ വന്ന് നമ്മൾ സംസാരിക്കുന്നു ശംസുൽ ഉലമയെ കുറിച്ച്. നമ്മളാരാ? നമുക്കെന്ത് ബന്ധമുള്ള? കോഴിക്കോടന്റെ വിശ്രമം കൊള്ളുന്ന ശംസുൽ ഉലമയെ, വാഴക്കാടന്റെ വിശ്രമം കൊള്ളുന്ന കണ്ണിയത്ത് ഉസ്താദിനെ, നമ്മൾക്കെന്ത് ബന്ധം അവരുമായിട്ട്? എന്തിനാ നമ്മൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നമ്മൾ ഉപ്പാപ്പയാണോ? ഉപ്പായിട്ട് വല്ല റിലേഷൻ ഉണ്ടോ? ഉമ്മായിട്ട് വല്ല റിലേഷൻ ഉണ്ടോ? ഭാര്യയുടെ റിലേഷൻ? ഒരു റിലേഷനും ഇല്ല. എന്നാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു എന്നുള്ളതാണ്. എത്രയോ പൈസക്കാര് മരിച്ചുപോയി അല്ലേ? എത്രയെത്ര പൈസക്കാര് മരിച്ചുപോയി. അവരുടെ പേരുകൾ ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? അവർ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ചർച്ച ചെയ്യും. അവരെന്തെങ്കിലും സംഭാവന നാടിന് രാജ്യത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ചർച്ച ചെയ്യപ്പെടും. മഹാനായ ശിഹാബ് തങ്ങളെ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, അവരുടെ പേര് എന്തിലൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് അടയാളങ്ങൾ ബാക്കി വെച്ചു. പിന്നലെ മരണപ്പെട്ടുപോയി മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ, അവരും ഒരുപാട് അടയാളങ്ങൾ ബാക്കി വെക്കുകയാണ്. ചരിത്രം അസ്തമിക്കുന്നത് വരെ അവരുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. അവരുടെ പേരുകളും ചർച്ച ചെയ്യപ്പെടും. ബൈത്തുർ റഹ്മയുടെ ആരാണ്? ബൈത്തുർ റഹ്മയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത്, തറക്കല്ലിട്ടത് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. മജ്ലിസുൻ നൂറിന് തുടക്കം കുറിച്ചതാരാണ്? ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, CHന്റെ പേര് എന്തുകൊണ്ട് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നു? മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണെങ്കിലും എന്തുകൊണ്ട് അതിന് ശേഷം വന്ന നേതാക്കന്മാരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഇന്നുമുണ്ടല്ലോ മുസ്ലിം ലീഗിന് ഒരുപാട് നേതാക്കന്മാര്. അവരൊക്കെ മരിച്ചാൽ എത്ര കാലം അവരുടെ പേരുകൾ ആളുകൾ അയവിറക്കും? CHനെ പോലെ ആരുടെ പേരുകൾ ഇനി അയവിറക്കപ്പെടാൻ പോകുന്നുണ്ട്? CH സമുദായത്തിന് സേവനം ചെയ്തതുപോലെ ഏത് നേതാവാണ് സമുദായത്തിന് വേണ്ടി ഒരുങ്ങിത്തീരുന്നത്? അപ്പൊ ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന ചിന്തയാണെങ്കിൽ കെട്ടിയോളും കുട്ടിയോളും തീരുമ്പോ നിങ്ങളും ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും പിന്നെ തട്ടാനും, അല്ലെ? തട്ടാൻ എന്തിനാണ്? പൊന്ന് തട്ടാൻ വേണ്ടിയിട്ട് പൊന്നിങ്ങനെ കെട്ടിയോ കൊടുക്കണ്ടേ? ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന ചിന്തയാണെങ്കിൽ ആ കെട്ടിയോളും കുട്ടിയോളും മരിക്കുമ്പോഴത്തേനും ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടു. പക്ഷേ ഞാനും എന്റെ കെട്ടിയോളുടെയും കുട്ടിയോളുടെയും കൂടെ എന്റെ സമുദായവും വേണമെന്ന ചിന്തയുണ്ടായാൽ അവർ മരിച്ചാലും നിങ്ങളെ സ്മരിക്കാൻ ഇവിടെ സമുദായമുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്, സമുദായത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. ഈ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യണം. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും സമുദായത്തിന് വേണ്ടിയുള്ള സേവനമാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും സമുദായത്തിന് വേണ്ടിയുള്ള സേവനമാണ്. കുടുംബക്കാർക്ക്, സ്വന്തം മക്കൾക്ക് വേണ്ടിയുള്ള സേവനമല്ല. നിങ്ങളുടെ മക്കൾ വീട്ടിൽ പട്ടിണി കിടന്ന് മരിച്ചുപോയാൽ അള്ളാഹു നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയോ അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയോ ചെയ്യില്ല. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് മക്കളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും പട്ടിണി കിടന്ന് നിങ്ങളുടെ മക്കൾ മരിക്കേണ്ടി വന്നാൽ അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. കാരണം നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, മറ്റൊരാളോട് കൈനീട്ടാതെ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും പട്ടിണി കിടന്ന് മരിച്ചുപോയതാണ്. എന്നാൽ നേരെ മറിച്ച് നിന്റെ അയൽവാസി പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നീ ഇവിടെ വേറെ നിറയെ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു നിന്നെയാണ് ചോദ്യം ചെയ്യുക. അതെന്ത്? നിന്റെ മക്കൾ മരിച്ചിട്ട് പഠിത്തം ചോദ്യം ചെയ്യുന്നില്ല, അയൽവാസി മരിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തേ? ചിന്തിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞതല്ലേ ഇത്? നിങ്ങളാരും വിശ്വാസിയാവൂല, നിങ്ങളാരും മുഅ്മിനാവൂല. ഏതുവരെ നിങ്ങൾ വിശ്വാസിയാവൂല? നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ
വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ മുഅ്മിനാവൂല. നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന നിങ്ങളാരും മുഅ്മിനാവൂല. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ചിന്ത മാറ്റി ഞാനും എൻ്റെ സമുദായവും എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറണം. ഞാനും എൻ്റെ സമുദായവും. ഈ സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യണോ, സമുദായത്തിന് എന്തെങ്കിലും സേവനം ചെയ്യണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ പഠിക്കണം പഠിക്കണം പഠിക്കണം. പഠനം നിർത്താനായിട്ടില്ല. മരിക്കുന്നത് വരെ നമ്മൾ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠനത്തിന് പ്രായമില്ല. വിവാഹം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? കുട്ടികളുണ്ടായാൽ പഠിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? പെണ്ണിനും ആണിനും. കുട്ടികളുണ്ടായാൽ പഠിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കുട്ടികളുണ്ടായാലും പഠിക്കണം. പഠനത്തിനൊരവസാനമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠനത്തിന് പ്രോത്സാഹിപ്പിച്ചതുപോലെ വേറൊന്നിനും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പടച്ചോനെ, എനിക്ക് കൂടുതൽ പൈസ തരണമെന്ന് ചോദിക്കാൻ ഇസ്ലാം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് പൈസ കൂടുതൽ തരണേ അല്ലാ, പൈസ തരണേ പടച്ചോനെ എന്ന് ചോദിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകണേ എന്ന് ചോദിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ എന്താ ഇസ്ലാം പറഞ്ഞത്? അല്ലാഹുവേ, എനിക്ക് നീ ഇൽമിനെ നീ കൂടുതൽ തരണേ അല്ലാ. എനിക്ക് നീ കൂടുതൽ വിദ്യാഭ്യാസം തരണേ അല്ലാ. എനിക്ക് നീ കൂടുതൽ ഇൽമ് നൽകണേ അല്ലാ. എന്നെ നീ കൂടുതൽ പഠിപ്പിക്കണേ അല്ലാ. ഇതിങ്ങനെ ചോദിക്കാൻ പറഞ്ഞ സമുദായത്തിന്റെ മക്കളാണ് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് പ്രസംഗിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എണീറ്റ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ഓടിപ്പോവാൻ. ഇൽമ് താ പഠിച്ചോനെ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ച ഒരു സമുദായം ഇൽമിനെ പിടിച്ചോന്ന് പറയുമ്പോ എണീറ്റിട്ട് ഓടുമ്പോ കൈ പിടിച്ച് നിർത്താൻ രക്ഷിതാക്കളായ നിങ്ങൾക്ക് താല്പര്യമില്ല. രക്ഷിതാക്കളായ നിങ്ങൾക്ക് സമയമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ മക്കളെ കുറ്റപ്പെടുത്തിയാൽ ശരിയാവോ? ഇല്ല. മുഅ്മിനീങ്ങളെ, നമ്മളൊരു കാരണവശാലും ഞാൻ ആ പ്രായത്തിലുള്ള മക്കളെ കുറ്റപ്പെടുത്തൂല. ആ സമയം അടിച്ചു പൊടിക്കണമെന്ന് തോന്നുന്ന സമയമാണത്. ആരല്ലെങ്കിലും ഈ ദീനുമായിട്ടുള്ള ബന്ധം വിട്ടുനിൽക്കുന്ന പ്രായം ഏതാണല്ലെങ്കിൽ ഒരു 15 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായം. 35 ആകുമ്പോ പിന്നെ ചെറുപ്പക്കാർക്ക് തോന്നി തുടങ്ങി എനിക്ക് വയസ്സായല്ലോ. താടി മുടിയൊക്കെ നിരക്കാൻ തുടങ്ങി, കുറച്ച് പക്വത വരാൻ തുടങ്ങി, വാലിനോടും ദീനിനോടൊക്കെ അടുപ്പം തോന്നി. ഒരു 15-ന്റെയും 30-ന്റെയും ഇടയിലുള്ള യുവാക്കളാണ് നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത പ്രായം. കിട്ടാഞ്ഞിട്ടല്ല, കിട്ടും, പിടിക്കാഞ്ഞിട്ടാണ്. പിടിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിടിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ആ പ്രായത്തിലുള്ളവർ കിട്ടിയിട്ടുണ്ട്. ശ്രമിക്കാത്തവർക്ക് കിട്ടൂല. കാരണം അത് പക്വതയില്ലാത്തൊരു പ്രായമാണ്, അടിച്ചുപൊളിയുടെ പ്രായമാണ്, എൻജോയ്മെന്റിന്റെയും എന്റർടൈൻമെന്റിന്റെയും പ്രായമാണ്. കാരണം കുട്ടികൾക്ക് ആ സമയത്ത് നന്നാവണമെന്നോ ഖുർആൻ ഓതണമെന്നോ നിസ്കരിക്കണമെന്നോ ഒന്നും തോന്നല്ല. ചോരത്തിളപ്പുള്ള സമയമാണ്. ആരെയും ചോദ്യം ചെയ്യണം, ആരെയും വെല്ലുവിളിക്കണം, ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണമെന്ന് ചിന്തിക്കുന്ന പ്രായമാണ്. അപ്പോ ഒരു പട്ടത്തിന്റെ കയറ് പോലെ അവരെ കയറിട്ടിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. പട്ടം കണ്ടിട്ടില്ലേ? പട്ടം എന്നല്ലേ കാസർഗോഡ് രാഷ്ട്രീയ പറയുന്നല്ലേ പട്ടം? ഞാനങ്ങനെ ചോദിക്കുന്നത് പട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അട്ടം നോക്കിയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പട്ടം നിങ്ങൾ പറയാറില്ലേന്ന്. നിങ്ങൾ പിന്നെ അവിടെ ഇവിടെ എൻ്റെ ആളാണ് ഇപ്പോഴക്കാർ. അപ്പൊ നിങ്ങൾക്ക് പട്ടത്തിന് വേറെന്ത് പേരുണ്ടെന്ന് അറിയില്ല. ആ പട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും. പട്ടം ഒരാളിങ്ങനെ വള്ളി പിടിച്ചിട്ട് കയറ് പിടിച്ചിട്ട് പട്ടത്തിങ്ങനെ പറത്തും. അപ്പൊ പട്ടം വിചാരിക്കണം, ഇയാളെന്തിനാ എന്നെ പിടിക്കുന്നത്, ഇയാളെന്തിനാ എന്റെ ബാക്കിൽ കൂടുന്നത്. ഏതുപോലെ മക്കൾ ചിന്തിക്കണം, ഉപ്പെന്തിനാ എന്റെ ബാക്കിൽ കൂടുന്നത്, ഉപ്പെന്തിനാ എന്റെ ബാക്കിൽ ഇങ്ങനെ കൂടുന്നത്. ഉപ്പ വിട്ട ഞാനൊന്നിങ്ങനെ പറക്കുമായിരുന്നു, ഞാനിങ്ങനെ അടിച്ചു പൊളിക്കുമായിരുന്നു. അതേപോലെ പട്ടവും ചിന്തിക്കാൻ, ഈ കയറൊന്ന് വിട്ടിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് പാറിക്കളിക്കുമായിരുന്നു. സത്യത്തിൽ എന്താ സംഭവിക്കുക? പട്ടത്തിന്റെ കയറ് പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? പട്ടം താഴെ വീഴും. പട്ടത്തിന്റെ കയറ് പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? ദൂരെ അകലെ പറക്കുന്ന പരുന്തിനോട് പട്ടം പറഞ്ഞു അത്രേ, നിന്നെപ്പോലെ ഉന്നതങ്ങളിലേക്ക് പറക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ താഴെ നിന്നൊരാൾ എന്നെ നിയന്ത്രിക്കുകയാണ്, ദയവ് ചെയ്ത് എന്റെ കയറൊന്ന് മുറിച്ചു തരുമോ. പരുന്ത് മുറിച്ചു കൊടുത്തു, ഡും എന്ന് പറഞ്ഞ് പട്ടം താഴേക്ക് വന്നു. അപ്പൊ ആ പട്ടമാണ് നമ്മുടെ യുവാക്കൾ.
ഈ കയറാണ് നമ്മൾ ഈ പിടിക്കുന്ന കയറാണ് നമ്മൾ. ആ പിടുത്തം വിട്ടാൽ മക്കൾ ഇങ്ങനെ അടിച്ചു പൊളിക്കും. ദീനിൽ നിന്ന് ബന്ധമൊന്നും ഉണ്ടാവില്ല. കഴിയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അവരിങ്ങനെ ആഘോഷിച്ചു ജീവിക്കും. നേരെ മറിച്ച് കയറിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച ഒരു നിയന്ത്രണം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ നിന്നും മഹാന്മാരിൽ നിന്നൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തന്നത് 7 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കളിക്കണം. ആ സമയത്ത് മക്കളെ അടിക്കാൻ പാടില്ല. മക്കളടിക്കുന്ന ഉമ്മമാരുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ മക്കളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇത് തമാശയല്ല. 7 വയസ്സിന് മുമ്പ് നിങ്ങൾ മക്കളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അടിക്കാൻ പാടില്ല. നബി തങ്ങൾ അടിച്ചതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? മക്കൾ അടിച്ചതായിട്ട് എവിടെയെങ്കിലും ഒരു തെളിവ് നബി തങ്ങൾ മക്കളെ 7 വയസ്സിന്റെ മുമ്പുള്ള മക്കളെ അടിച്ചതായിട്ടൊരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സുവരെ കളിക്കണം. എന്തുകൊണ്ടാണ് അടിക്കരുത് എന്ന് പറഞ്ഞത്? അത് പക്വതയില്ലാത്ത സമയമാണ്. അവർക്ക് വകതിരിവില്ലാത്ത സമയമാണ്. കാഷ്ടമേത് സ്വർണമേതെന്ന് തിരിച്ചറിയാത്ത സമയമാണ്. തീ എന്താണെന്ന് തിരിച്ചറിയാത്തൊരു സമയമാണ്. അവര് ബെഡിൽ കയറിയിട്ട് മൂത്രമൊഴിക്കും. അടി കൊടുക്കാം. എന്തിനടി കൊടുത്തിട്ട് എന്താ കാര്യം? നീ അടി കൊടുത്തത് കൊണ്ട് അവർക്കറിയോ ഇത് എന്നെ ഉമ്മ അടിച്ചത് ബെഡിന്റെ മുകളിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിലാണ്. നാളെ മുതൽ ഞാൻ മൂത്രമൊഴിക്കാൻ പിടിക്കുമ്പോ താഴെ മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞിട്ട് 2 വയസ്സുള്ള കുട്ടി താഴെ വന്നിട്ട് മൂത്രമൊഴിക്കോ? ഇല്ല. എന്തുകൊണ്ട്? ആ കുട്ടിക്ക് എത്ര അടിച്ചാലും ഇത് എന്നെ മൂത്രമൊഴിച്ചത് കൊണ്ടാണ് അടിക്കുന്നത് എന്നറിയില്ല. വേദനിക്കും, കുട്ടി കരയും. എന്തിനാണ് അടിച്ചത് എന്ന് കുട്ടിക്കറിയില്ല. 7 വയസ്സുവരെ അതാണ് പ്രായം. അടിക്കാൻ പാടില്ല. ഒരു കാരണവശാലും 7 വയസ്സുവരെ മക്കളെ നമ്മൾ അടിക്കാൻ പാടില്ല. മൻ കാന ലഹു സബിയുൻ ഫല്യതസ്വാബല. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയെ പോലെ അഭിനയിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരന്റിംഗ് കോഴ്സ് കൊടുക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എന്തുണ്ട്? ട്രെയിനിങ് ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ട്രെയിനിങ് ഉണ്ട്. പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ല. അല്ലേ? ഹജ്ജിന് പോകുമ്പോൾ ട്രെയിനിങ് ഉണ്ട്. ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് ഹജ്ജ് ക്ലാസ്സുകൾ. അവിടെ പോയാൽ ഇങ്ങനെ, ഇവിടെ പോയാൽ ഇങ്ങനെ, അജറുൽ അസ്വദ് ഇങ്ങനെ, മഖാം ഇബ്രാഹിം ഇതാണ്, ഇവിടെ വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ടും വീഡിയോ വെച്ചിട്ടും ക്ലാസ്സുകളോട് ക്ലാസ്സുകൾ. ഇതിനൊന്നും ആവശ്യമുണ്ടോ? അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഇമാം അവർക്കുണ്ട്, ഒരു ലീഡർ ഉണ്ട്. അയാൾ കാണിച്ചു കൊടുത്താൽ മതി. മുകളിൽ ഇതാണ് ഹജറുൽ അസ്വദ്, ഇവിടെയാണ് മഖാം ഇബ്രാഹിം, ഇങ്ങനെയാണ് തവാഫ്. അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ എത്ര പഠിച്ചു പോയാലും അവിടെ എത്തിയാലും നിങ്ങൾക്കൊരു ക്ലാസ് കിട്ടാതെ ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ പറ, ഇവിടെ നിങ്ങൾ എന്ത് പഠിച്ചിട്ട് പോയാലും അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ് അല്ലാതെ ഈ ക്ലാസ് കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവാറുണ്ടോ? എന്ന് വെച്ച് ഈ ക്ലാസ് ഒഴിവാക്കണം എന്നല്ല. ഈ ക്ലാസ് ഒന്നും കൂടി അവിടെ എത്തുമ്പോൾ ഈസി ആവുന്നല്ലതാണ്. ഹജ്ജിന് ഇങ്ങനെ നിരന്തരമായ ക്ലാസ്സുകൾ. റമദാൻ വരുമ്പോൾ റമദാനിനെ കുറിച്ചും ക്ലാസ്സുകൾ, റബീഉ വരുമ്പോൾ റബീഉ പ്രഭാഷണങ്ങൾ, മെഹറാജ് വരുമ്പോൾ മെഹറാജ് സന്ദേശം, റാത്തീബ് വരുമ്പോൾ റാത്തീബിനെ കുറിച്ച് എല്ലാറ്റിനും ട്രെയിനിങ് ഉണ്ട്, സന്ദേശവും വാദും എല്ലാം ഉണ്ട്. കല്യാണത്തെ കുറിച്ച് മാത്രം ഇവിടെ ട്രെയിനിങ് ഇല്ല. എക്സ്പീരിയൻസും പാടില്ല കല്യാണത്തിന്. ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് നോക്കാൻ പോകുമ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കോ? എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉപ്പ പറയാ? തൽക്കാലം ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളെ നോക്കുന്നില്ല, നിങ്ങൾ വണ്ടി വിട്ടോളി എന്നല്ല പറയാ. അവിടെ എക്സ്പീരിയൻസ് കൊണ്ട് കാര്യമില്ല. എക്സ്പീരിയൻസിന് അവിടെ വേണ്ട. എക്സ്പീരിയൻസ് ഉള്ളവരെ അടുപ്പിക്കുകയില്ല. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ജോലി, ഗൾഫിൽ കഫ്റ്റീരിയൊക്കെ വരെ എക്സ്പീരിയൻസ് വേണം. കഫ്റ്റീരിയയിൽ എന്താ കഫ്റ്റീരിയൽ പോയിട്ട് പണി? അറബികൾ എന്നിട്ട് ഓർണടിക്കുമ്പോൾ ചായ കൊണ്ടേ കൊടുക്കില്ല. അതിന് പോലും എക്സ്പീരിയൻസ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ആരെങ്കിലും ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുക. ആദ്യം തന്നെ പോകുമ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് വേണ്ട ഒരു മേഖല വിവാഹവും ദാമ്പത്യ ജീവിതവും പാരന്റിംഗ് ആണ്, മക്കളെ വളർത്തലാണ്. ഇന്ന് ഉമ്മമാർക്ക് എങ്ങനെ മക്കളെ വളർത്തണമെന്ന് അറിയേയില്ല. എങ്ങനെ മക്കളെ വളർത്തണം? അങ്ങോട്ട് അടിക്കന്നെ. ദേഷ്യം വരുമ്പോൾ അടിക്കുക, ചൊടി വരുമ്പോൾ അടിക്കുക, എന്തെങ്കിലും ചെയ്താൽ അടിക്കുക. അടിച്ചിട്ടൊരു റിസൾട്ടും ഇല്ല. സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു റിസൾട്ട് ഉണ്ടാവണം. നമ്മളൊരു വാല് പറഞ്ഞാൽ ഒരു മാറ്റം നിങ്ങളിൽ ഒരാൾക്കുണ്ടായാൽ മതി, എല്ലാവർക്കും വേണമെന്നില്ല. ഈ വാല് കൊണ്ട് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടാവണം, ഇല്ലെങ്കിൽ വാല് വേസ്റ്റാണ്. സത്യമായിട്ടും നമ്മുടെ വാലുകൾ കൊണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമില്ലെങ്കിൽ ഈ വാല് വേസ്റ്റാണ്.
ഒരാൾ നന്നായാൽ 4 ദിവസത്തെ വാദം രക്ഷപ്പെട്ടു. ഈ 4 ദിവസത്തെ വാദിൽ 5 ദിവസത്തെ വാദിൽ ഒരു മനുഷ്യന് മാറ്റുണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടി. സംഘാടകർ ഒരു മനുഷ്യൻ നന്നാ മതി. എല്ലാരും നന്നാക്കാൻ നമുക്ക് കഴിയൂല. അങ്ങനെ ആരും നന്നായിട്ടില്ല ലോകത്ത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അയൽവാസിയായ അബൂജഹലിന് പരിശുദ്ധമായ കഅബയിൽ നിന്നിട്ട് വർഷങ്ങളോളം പരിശുദ്ധ ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് മുസ്ലിമായിട്ടില്ല. എന്നാൽ ഖറൻ എന്ന പ്രദേശത്തുള്ള യമനിലെ ഖറൻ എന്ന പ്രദേശത്തുള്ള ഉവൈസുൽ ഖർനി അല്ലാഹുവിന്റെ ഹബീബിനെ ഒരു നോക്ക് പോലും കാണാതെ താബിഈങ്ങളുടെ നേതാവായി മാറി എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഉമർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ഉവൈസുൽ ഖർനി വന്നാൽ അയാളോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്ന്. ഖറൻ എന്ന പ്രദേശം യമനിലാണ്. ഖറൻ എന്ന പ്രദേശത്തുള്ള മഹാനായ ഉവൈസുൽ ഖർനി നിങ്ങളുടെ നാട്ടിലേക്ക് ഉംറയ്ക്ക് വന്നാൽ, ഹജ്ജിന് വന്നാൽ അയാളോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ട് പോലുമില്ല അയാൾ. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടില്ല. എന്നാൽ നാഴികക്ക് 40 വട്ടം അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്ന, നിരന്തരമായ ഖുർആൻ ഓത്ത് കേൾക്കുന്ന, നബി തങ്ങൾ നിസ്കരിക്കുന്നത് കാണുന്ന അബൂജഹലിന് ഈ പരിശുദ്ധമായ ദീനിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും നന്നാവണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കണം എല്ലാവരുടെയും നന്മ, പക്ഷെ എല്ലാവരും നന്നായിക്കൊള്ളണമെന്നില്ല. 950 വർഷക്കാലം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വഅദ് പറഞ്ഞു സ്വന്തം ഭാര്യയെ നന്നാക്കാൻ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. ഭാര്യയെ നന്നാക്കാൻ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. 950 വർഷം വഅദ് പറഞ്ഞിട്ട് സ്വന്തം മകനെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയില്ലേ ഇയാള് വഅദ് പറഞ്ഞ് നടക്കുന്നുണ്ട്, ഇയാളെ മക്കളെ അവസ്ഥ നോക്കും. നിങ്ങൾ പറയില്ലേ ഇയാള് വലിയ ലോകോടിയ വഅദ് പറഞ്ഞ് നടക്കുന്ന ആളാ, ഇയാളെ മക്കളെ അവസ്ഥ നോക്കുന്ന് പറയില്ലേ? പറയില്ലേ നിങ്ങൾ? ഏതെങ്കിലും ഒരു മൊയിലാരം മോന് മോശമായാലും പറയില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്നെയും പറയും, നാളെ വേറെ ആളും പറയും. എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ ആരെയും അത്തരം വിഷയങ്ങളിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ നന്നാവാൻ വേണ്ടി അധ്വാനിക്കുന്നില്ലെങ്കിൽ കുറ്റം പറയണം. എന്നാൽ ഒരാൾ നന്നാവാൻ വേണ്ടി അധ്വാനിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം അധ്വാനിച്ചിട്ടും മക്കളെ നന്നാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 950 വർഷം രാവ് ഊണ് ഉറക്കില്ലാതെ, രാവും പകലില്ലാതെ വഅദ് പറഞ്ഞു സ്വന്തം ഭാര്യയെ പോലും നന്നാക്കാൻ കഴിഞ്ഞില്ല, മകനെ പോലും നന്നാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് മകൻ അല്ലാഹു തആല ആ മകനെ പിടിച്ചപ്പോൾ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞപ്പോ ബേജാറും ടെൻഷനും കൂടി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും നാളെ നരകത്തിൽ വീഴൂല എന്ന്. നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, എന്റെ കുടുംബക്കാരും നരകത്തിൽ വീഴൂല. അതുകൊണ്ട് എന്റെ മകനെ രക്ഷപ്പെടുത്തണം. എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നൂഹേ ആ മകൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അതൊരു ദുഷ്ചെയ്തിയാണ്, അതൊരു ദുഷ്പ്രവർത്തനമാണ്, അതൊരു ദുഷ്കർമ്മമാണ്, അതൊരു മോശമായൊരു സാധനമാണ്. അപ്പൊ നിന്റെ കുടുംബത്തിൽ പെടുത്താൻ പറ്റൂല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ആ മകൻ സ്വാലിഹല്ലാത്ത മകനായതുകൊണ്ട് ഒരു കാരണവശാലും ആ മകനെ നിന്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഈ വഅദ് ചെയ്യുമ്പോഴും വഅദ് നടത്തുമ്പോഴും എന്തെങ്കിലും ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾക്ക് നന്നാവണമെന്ന് തോന്നുന്നുണ്ടോ? അതന്നെ വലിയ നേട്ടം. ഇങ്ങനെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് മറന്നുപോയാലും ശരി. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് ഹൻദല എന്ന് പറയുന്ന ഒരു സ്വഹാബി വന്നു. സിദ്ദീഖ് തങ്ങളെയാണ് ആദ്യം കാണുന്നത്. നാഫഖ ഹൻദല, സിദ്ദീഖേ ഹൻദല മുനാഫിഖായി പോയി. എന്താ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ? മുശ്രിക്കീങ്ങളായ ബഹുദൈവ വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയെക്കാളും വളരെ കാഠിന്യമുള്ള ശിക്ഷയാണ് മുനാഫിഖിന് നൽകുന്നത്. നരകത്തിന്റെ 70 തട്ടിൽ ഏറ്റവും അടിത്തട്ടിലാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവരുള്ളത്. വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടവർ മുനാഫിഖീങ്ങളാണ്. ആ മുനാഫിഖീങ്ങളിൽ ഞാൻ പെട്ടുപോയി എന്ന് മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു. എന്താ കാരണം? നബി തങ്ങൾ വഅദ് പറയുമ്പോൾ നന്നാവണമെന്ന് തോന്നും, വീട്ടിലെത്തിയല്ല മറന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്കുണ്ടല്ലോ കുഴപ്പം, അപ്പൊ ഞാനും മുനാഫിഖ് തന്നെയാണല്ലോ. അങ്ങനെയാണ് രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ പോയത്. നബിയേ നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖാണെന്ന് പറഞ്ഞു നബിയേ. എന്താ കാരണം? ഇങ്ങനെയൊക്കെയാണ് നബിയേ.
അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ വഅദ് കേട്ട് നിങ്ങൾ കഴിയുന്നത് പോലെ ജീവിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഞാൻ പറയുന്നത് അതേപോലെ ജീവിക്കണം, ഇവിടെ കേട്ടത് അതേപോലെ നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ വഴിയിൽ മലായികകൾ ആകാശത്തു നിന്നിറങ്ങി വന്ന് നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യുന്നത് കൊണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്. അല്ലാഹുവേ, എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാ പറഞ്ഞു, എന്റെ കഴിവിന്റെ പരമാവധി. അശ്രദ്ധരാവരുത്, നെവർ മൈൻഡ് ചെയ്യരുത്. ومن أعرض عن ذكري فإن له معيشة ضنكا. എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ ഞാൻ വളരെ കുദുസായ ജീവിതം നൽകി പ്രയാസപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. നെവർ മൈൻഡ് ചെയ്താൽ പഠിച്ചം വിടൂല. നെവർ മൈൻഡ് ചെയ്താൽ അല്ലാഹു വെറുതെ വിടൂല. വമൻ അഅറദ അൻ ദിക്രി, എന്നെ നിങ്ങൾ നെവർ മൈൻഡ് ചെയ്താൽ നുഖയ്യിദ് ലഹു ശൈത്വാന, നിങ്ങൾക്ക് ഞാനൊരു പിശാചിനെ ഏൽപ്പിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. വമൻ യഅ്ശ അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാന ഫഹുവ ലഹു ഖരീൻ. എന്റെ ദിക്റിൽ നിന്ന് മാറി എന്നെ മറന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു പിശാചിനെ നിങ്ങളുടെ കൂട്ടുകാരനാക്കി ഞാൻ തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, റിസൾട്ട് ഇല്ലാത്ത ഒരു പ്രവർത്തനം ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. റിസൾട്ട് വേണം. അവിടെ നിന്ന് ഈ വാതിലേക്ക് പോയത്, വാത് വെച്ചാൽ റിസൾട്ട് വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്, വഴിതെറ്റുന്ന യുവതി യുവാക്കൾ എന്ന വിഷയം കൊടുത്തിട്ട് 40 വയസ്സിന്റെ മുകളിലുള്ള വയസ്സന്മാർ വന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? എന്താ റിസൾട്ട് ഉണ്ടാവുക? എന്ത് റിസൾട്ട് ഉണ്ടാവും? വിഷയം വഴിതെറ്റുന്ന യുവാക്കൾ യുവതികൾ, എന്നിട്ട് യുവാക്കൾ ഇങ്ങനെ ചീത്ത പറയാ. കേൾക്കുന്നതൊക്കെ 40 വയസ്സിന്റെ മുകളിലുള്ള വയസ്സന്മാർ. വല്ല റിസൾട്ടും അത്തരം വാലുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതേപോലെ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിക്കുന്നുവെങ്കിൽ ആ അടിയിലൊരു റിസൾട്ട് ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് ഉസ്താദുമാർ മദ്രസയിൽ കുട്ടികളെ അടിക്കുമ്പോ ആ അടിയിലൊരു റിസൾട്ട് ഉണ്ടാവണം. റിസൾട്ട് ഉണ്ടാവണം. അടിക്കുകയാണ്, നന്നായിട്ട് അടിക്കുകയാണ്. കുട്ടികൾ പിറ്റേ ദിവസം പഠിക്കുന്നില്ല, പിന്നെ അടിച്ചു, പിറ്റേ ദിവസം അടിക്കുന്നില്ല, പിന്നെ അടിച്ചു, പിറ്റേ ദിവസം പഠിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ശൈലി മാറ്റി പിടിക്കണം. അടിച്ചിട്ട് കാര്യമില്ല. അടിച്ചത് കൊണ്ട് കുട്ടിക്ക് പഠിക്കുന്നില്ല, കുട്ടിയിൽ മാറ്റം ഉണ്ടാവുന്നില്ല, റിസൾട്ട് കാണുന്നില്ല. പിന്നെ നെക്സ്റ്റ് വഴി എന്താ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കണം. അതിനാണ് ഈ ട്രെയിനിങ്. ഉസ്താദുമാർക്ക്, ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിന് കാലം മാറുന്നതിനനുസരിച്ചിട്ട് പഠിപ്പിക്കേണ്ട മെത്തഡോളജി മാറിക്കൊണ്ടേയിരിക്കുക. എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ഒരാളുടെ മനസ്സ് വായിക്കണം, ഒരാളുടെ എല്ലാവരും കണക്കിസ്റ്റായിരിക്കില്ല. ഒരു ക്ലാസ്സിലുള്ള ഒരു കണക്കിനെ കുറിച്ചിട്ട് തീരെ മൈൻഡ് ഇല്ലാത്തൊരു കുട്ടിയെ അധ്യാപകൻ അടിച്ചടിച്ചടിച്ച് എത്ര പഠിപ്പിച്ചാലും ആ കുട്ടിക്ക് കണക്ക് തിരിയില്ല. കാരണം എന്താ? ആ കുട്ടിയുടെ മൈൻഡ് IQ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കണക്കുമായിട്ട് തീരെ ബന്ധമില്ലാത്തതായി. അങ്ങനെ ഒരു മനുഷ്യനെ പഠിക്കുന്ന പറഞ്ഞ് അടിച്ചിട്ട് എന്താ കാര്യം? ആ കുട്ടിക്ക് വേറെ ഏതെങ്കിലും ചിത്രം, ആർട്ട്, ഡിസൈനിങ് ആ മേഖലയായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയായിരിക്കും ആ കുട്ടിക്ക് ഇഷ്ടം. ആ കുട്ടിയുടെ കഴിവ് നമ്മൾ തിരിച്ചറിയാൻ ഒരു രക്ഷിതാവിനും ഒരു ടീച്ചറിനും കഴിയണം. ഇത് മാത്സിന്റെ വിഷയത്തിൽ പേടിപ്പിച്ചിട്ട് അടിക്കേണ്ട ഒരു കുട്ടിയല്ല. ഈ കുട്ടിക്ക് ആ മേഖലയിൽ എത്ര അടിച്ചാലും കാര്യമില്ല. കുട്ടിയുടെ മേഖല, ഫീൽഡ് വേറെയാണ്. അതുകൊണ്ട് കുട്ടിയെ ഈ വിഷയം മാറ്റിപ്പിടിച്ച് വേറൊരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ദർസുകളിൽ തന്നെ ഹദീസ് ഉണ്ടാകും, ഫിഖ് ഉണ്ടാകും, തഫ്സീർ ഉണ്ടാകും, നഹ്വ് ഉണ്ടാകും, സർഫ് ഉണ്ടാകും, ഉസൂൽ ഉണ്ടാകും, ഉലൂം ഉണ്ടാകും. ചില കുട്ടികൾക്ക് തഫ്സീർ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ ആ മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യിപ്പിക്കണം. ചില കുട്ടികൾക്ക് ഫിഖ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ ആ മേഖലയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ സ്ഥാപനങ്ങൾ, ഇപ്പൊ ദാറുൽ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഒരു 10ാം ക്ലാസ്സിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് എത്തിയാൽ തന്നെ കുട്ടികൾ അവർക്ക് ഏത് ഫീൽഡാണ് ഇഷ്ടമെന്ന് കുട്ടികൾക്കും മനസ്സിലാവും, ടീച്ചേഴ്സിനും മനസ്സിലാവും. അപ്പൊ അന്ന് മുതൽ 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ തഫ്സീർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തഫ്സീർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹദീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഖ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഖുർആൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദഅവ, പ്രൊപ്പഗേഷൻ, ദഅവ മേഖല. അപ്പൊ കഴിവെന്താണെന്ന് തിരിച്ചറിയാൻ ആർക്ക് കഴിയണം? ടീച്ചേഴ്സിന് കഴിയണം. അപ്പൊ നിങ്ങൾ കമ്മിറ്റിക്കാരൊക്കെ കുറെ പൈസ ചെലവാക്കുന്നില്ലേ? ആ പൈസ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കണം. നിങ്ങൾ വർഷത്തിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നല്ല ഒരു ട്രെയിനറെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉമ്മമാർക്ക് എങ്ങനെ മക്കളെ വളർത്താം, അടിക്കാതെ മക്കൾ എങ്ങനെ വളർത്താം എന്നൊരു ട്രെയിനിങ് കൊടുക്കണം. അടിക്കാൻ പാടില്ല.
ലാഇബ് ഇബ്നക സബ്അൻ 7 വയസ്സുവരെ മക്കളെ അടിക്കാനേ പാടില്ല. ഇവിടെ മക്കളടിക്കാത്ത ഉപ്പമാർ എത്ര ഉണ്ടാവും? തീരെ മക്കളടിക്കാത്ത ഉപ്പമാരുണ്ടെങ്കിൽ ആരുമില്ലേ? ഉപ്പമാരടിക്കലുണ്ടോ മക്കളെ? ഉമ്മമാരും അടിക്കലുണ്ട്, നിങ്ങളും അടിക്കലുണ്ടോ? ഉണ്ടോ? സത്യമായിട്ടും അങ്ങനെ നിങ്ങളുടെ കൈപ്പൊക്കെ അതാണ്. നിങ്ങളെല്ലാവരും മക്കളടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഭാര്യമാരുടെ അവസ്ഥ എന്തായിരിക്കും? ഉമ്മമാരാണ് മക്കൾ പൊതുവെ അടിക്കുന്നത് കാണാറ്, ഉപ്പമാരടിക്കുന്നത് വളരെ റയറായിട്ടാണ് കാണുന്നത്. നിങ്ങളെല്ലാവരും അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉമ്മമാരുടെ അവസ്ഥ എന്താ ചോദിക്കുക? നമ്മൾ അടിക്കുന്നത് കൊണ്ടാണ് മക്കൾ, സത്യമായിട്ട് ഇത് പഠിക്കാത്തതുകൊണ്ട് നമ്മൾ അടിക്കുന്നത് കൊണ്ടാണ് മക്കൾ മോശമാവുന്നത്. ഒച്ച വെച്ചിട്ട് ഉമ്മമാര് പേടിപ്പിക്കൂലേ? പേര് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അട്ടഹസിക്കൂലേ? ആ ഒരു അട്ടഹാസമാണ് മക്കൾ പഠിച്ച് സ്വന്തം സുഹൃത്തിന്റെ മുമ്പിൽ അട്ടഹസിക്കുന്നത്. ക്ലാസ്സിൽ പോയിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ മക്കളെ മുമ്പിൽ ക്ലാസ്സിൽ അട്ടഹസിക്കൂലേ? ടീച്ചറോട് അട്ടഹസിക്കും, ഉസ്താദുമാരോട് അട്ടഹസിക്കും. അതെവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ വീട്ടിലെ ഉമ്മയിൽ നിന്ന് കിട്ടിയത് ഈ അട്ടഹാസം. സൗമ്യമായ രീതിയിൽ സംസാരിച്ച് ശീലിക്കുന്ന കുടുംബമാണെങ്കിൽ ഈ മക്കൾ എത്ര വലുതായാലും സൗമ്യത കൈവിടൂല. അവരുടെ സംസാരം വളരെ ഒരു മാനേഴ്സ് ഉള്ള, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള സംസാരമായിരിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് ഒച്ച വെച്ചിട്ട് വരെ അവരെ പേടിപ്പിക്കാൻ പാടില്ല. ഞാൻ സത്യത്തിൽ ഇതൊക്കെ പണ്ട് അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇതൊക്കെ അടിക്കാതൊക്കെ പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായി തുടങ്ങി അടിക്കാതെ പഠിപ്പിക്കാൻ കഴിയും നമ്മൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. നിങ്ങൾക്കും തുടങ്ങും. നിങ്ങൾ ഈ മേഖലയിൽ നന്നായിട്ട് യൂട്യൂബിലൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലാസ് കേൾക്കുക, പാരന്റിങ് കേൾക്കുക. നിങ്ങൾ ഇനി കേൾക്കേണ്ടത് പാരന്റിങ് ആണ്. എങ്ങനെ മക്കളെ വളർത്താമെന്നുള്ള ഒരുപാട് ട്രെയിനേഴ്സിന്റെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. ഇംഗ്ലീഷിലുണ്ടാകും, മലയാളത്തിലുണ്ടാകും, ഹിന്ദിയിലുണ്ടാകും, ഒക്കെ ഉണ്ടാവും. എപ്പോഴാണ് നബി തങ്ങൾ അടിക്കാൻ പറഞ്ഞത്? 7 വയസ്സുവരെ മക്കളുടെ കൂടെ കളിക്കണം. 14 വയസ്സുവരെ അവർക്ക് അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിസ്കരിച്ചില്ലെങ്കിൽ ഒരാളുടെ തല വെട്ടണമെന്നാണ്. 15 വയസ്സായിട്ടും പ്രായപൂർത്തിയെത്തിയിട്ടും നിസ്കാരത്തിന്റെ സമയമായിട്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് സമയമുണ്ടായിട്ട് പടച്ചോനെ നിഷേധിച്ചിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തല വെട്ടണം എന്ന ഇസ്ലാമിന്റെ നിയമം. അങ്ങനെയാണ്, വെട്ടുന്നൊന്നുമില്ല ആരും, അങ്ങനെ ഒരു നിയമമുണ്ട് ഇസ്ലാമിൽ. എന്നാൽ ആ ഇസ്ലാം പറയുന്നത് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അതെങ്ങനെയാ കൽപ്പിക്കേണ്ടത്? നിസ്കരിക്കാൻ എങ്ങനെയാ കൽപ്പിക്കേണ്ടത്? 7 വയസ്സാകുമ്പോ മോനെ നിനക്ക് 7 വയസ്സായിട്ടുണ്ട്, ഇന്നു മുതൽ നിസ്കരിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ മുട്ടുംകാലം തല്ലിപ്പൊളിക്കും എന്നല്ല പറയേണ്ടത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള ഉപദേശമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നിസ്കരിച്ചില്ലെങ്കിൽ പഠിച്ചോ നരകത്തിലേക്ക് വലിച്ചെറിയുന്നല്ല പറയേണ്ടത്. അപ്പൊ അള്ളൊരു ക്രിമിനലായിട്ട് കുട്ടിക്കാണ്. എന്ത് പഠിച്ചോൻ, എന്ത് റബ്ബ്, ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ എന്നെ നരകത്തിലിടാൻ പഠിച്ചോനാരാ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറയേണ്ടത്. നിനക്ക് കണ്ണ് തന്നവൻ, നിനക്ക് കാത് തന്നവൻ, നിനക്ക് ആരോഗ്യം തന്നവൻ, നിനക്ക് ഓക്സിജൻ ഒരു പൈസയുടെ ചെലവ് പോലും ഇല്ലാതെ ഓക്സിജൻ തന്നവൻ. കോവിഡ് വന്നപ്പോൾ മനസ്സിലായി ഓക്സിജൻ എത്ര വാല്യൂ ഉണ്ടെന്ന്, എത്ര പ്രീഷ്യസ് ആണെന്ന്, എത്ര വില വെളുപ്പുള്ളതാണെന്ന്. അല്ലെ, എത്ര വിലയുണ്ട് ഈ ഓക്സിജൻ എന്ന് കോവിഡ് വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 2 ദിവസത്തെ ഹോസ്പിറ്റലിന്റെ ബില്ല് 4 ലക്ഷമൊക്കെ 2 ദിവസത്തേക്ക് കോവിഡിന് അഡ്മിറ്റായ ഒരാൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർക്കുള്ള ബില്ല് 2-4 ലക്ഷങ്ങള്. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് നമ്മുടെ മക്കളുടെ ഖൽബിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടൊരു ചോദ്യം, ഇതൊക്കെ തന്ന അള്ളാഹുവിന് നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? അതാണ് ശുക്റാണ് നമ്മുടെ നിസ്കാരം. അതല്ലാതെ സുബഹിസ്കരിച്ചോ ഇല്ലെങ്കിൽ പഠിച്ചോൻ പൊടിച്ചു നരകത്തിലേക്ക് എറിയും. ഇത് പടച്ചോനോട് സ്നേഹം കൂടാനല്ല, വെറുപ്പ് കൂടാൻ കാരണമാവും. അതുകൊണ്ട് അള്ളാഹുവിനെ വെറുപ്പ് തോന്നിക്കുന്ന രീതിയിൽ ഒരിക്കലും ഉപദേശിക്കരുത്, വാദം പറയരുത്. ആകൊരു നരകവും ഖബറിലുള്ള ശിക്ഷ അല്ല വേദം അറിയേണ്ടത്. പടച്ചോൻ കാരുണ്യവാനാണെന്ന് പറഞ്ഞു കൊടുക്കി. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ഞങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ 70 തട്ടുള്ള നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുന്നതിന് പകരം 100 ആളെ കൊന്ന മനുഷ്യന് പടച്ചോൻ മാപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറ. അപ്പോഴാ ജനങ്ങൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവുക. അപ്പോഴാ പടച്ചോനില്ല മനുഷ്യന്മാർക്ക് പ്രതീക്ഷ ഉണ്ടാവുക.
100 ആളെ കൊന്നിട്ടും പഠിച്ചോൻ പുറത്തെടുത്തോ, അപ്പൊ എന്തായാലും എനിക്കുള്ള പുറത്തരായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്നാവാൻ താല്പര്യം ഉണ്ടാവും. നേരെ മറിച്ച് നിസ്കരിച്ചില്ലെങ്കിൽ പഠിച്ചോൻ നിന്നെ വെറുതെ വിടൂല എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. 15 വയസ്സ് മുതൽ 40 വയസ്സായി പഠിച്ചോൻ എത്ര നിസ്കാരം കലായി, ഇതൊക്കെ ഇനി കലാ വിട്ടിട്ട് കഴിയ. ഒരു നിസ്കാരത്തിന് ഇത്ര വലിയ ശിക്ഷയാണെങ്കിൽ 1000കണക്കിന് നിസ്കാരം നഷ്ടപ്പെട്ടു പോയ ഞാൻ എന്ത് ചെയ്യാൻ? ഇനി എന്നെ കൊണ്ട് നന്നാവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്മാറും. മനസ്സിലായി? ഇനി ഞാൻ നന്നാവൂല, ഇനി എങ്ങനെ ഇതൊക്കെ നിസ്കരിച്ചത് എന്നെ കൊണ്ടാവൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണെന്നുള്ള സന്ദേശം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാവണം. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം, ഇന്ന റജുലൻ ലം യഅമൽ ഖത്തു, ഒരു നന്മയും ചെയ്യാത്ത ഒരാൾ, ലം യഅമൽ ഖൈറൻ ഖത്തു, ഒരു നന്മയും ചെയ്യാത്ത ഒരാൾ, യുദായിന്നാസ, അയാൾ ജനങ്ങൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. ഫയഖൂലു ലിറസൂലിഹി, കടം കൊടുക്കുമ്പോൾ അയാളുടെ സെക്രട്ടറിയോട് പറയാറുള്ളത്, ഖുൽ മാ തയസ്സറ, കടം തിരിച്ചു തരാനുള്ള സമയമായാൽ ആ തിരിച്ചു തരേണ്ടവന് തിരിച്ചു നൽകാൻ എത്രയാണോ കഴിയുന്നത് അത് മാത്രം വാങ്ങിച്ചാൽ മതി. 1,00,000 കൊടുത്താലേ ഏപ്രിൽ 1 തരണമെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 ആകുമ്പോൾ 1,00,000 അയാളുടെ കയ്യിലില്ല, 25 ഉള്ളൂ എങ്കിലാ 25 വാങ്ങിച്ചോ, ബാക്കി ആൾ സൗകര്യം ഉണ്ടാകുമ്പോൾ തന്നോട്ടെ. സെക്രട്ടറിയോട് പറയാനൊരു മുതലാളി, ഇതല്ലാതെ വേറെ ഒരു നന്മയും അയാൾ ചെയ്തിട്ടില്ല. എന്നിട്ട് അയാൾ മരിക്കുകയാണ്. ഫലം ഹലക, അയാൾ മരിച്ചു പോയപ്പോൾ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അയാളോട് ചോദിച്ചു, ഹൽ അമിൽത ഖൈറൻ ഖത്തു, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ മനുഷ്യ? അയാൾ പറഞ്ഞു, ഇല്ല റബ്ബേ, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. ഇതല്ലാതെ വേറൊരു നന്മ അയാൾ ചെയ്തിട്ടില്ല. നിസ്കാരമില്ല, നോമ്പില്ല. അപ്പൊ നിസ്കാര നോമ്പിന്റെ സമയമല്ല ഇത്. നമ്മുടെ ഉമ്മത്തിലുള്ളതല്ല, മുൻകാലത്തുള്ളൊരു സമുദായത്തിൽപ്പെട്ട സംഭവം നബി തങ്ങൾ പറയാണ്. ആരൊക്കെ റിപ്പോർട്ട് ചെയ്തു? മഹാനായ ഇമാം അഹ്മദ് തങ്ങൾ, നസായി തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുഅ്മിനീങ്ങളെ, എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല, പക്ഷേ വകുന്തു ഉദായിനുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് കടം കൊടുക്കാറുണ്ട്. അങ്ങനെ കടം തിരിച്ചു തരേണ്ട സമയമായാൽ ഞാൻ പറയാറുണ്ട്, ഖുൽ മാ തയസ്സറ, അയാൾക്ക് എത്രയാണോ തിരിച്ചു തരാൻ കഴിയുന്നത് അത് മാത്രം വാങ്ങിച്ചാൽ മതി. വത്റുക് മാ അസുറ, അയാൾക്ക് തിരിച്ചു തരാൻ കഴിയാത്തതിന് നിങ്ങൾ വീണ്ടും ഡേറ്റ് ഇട്ട് കൊടുക്കണം. സൗകര്യം ഉണ്ടാകുമ്പോ തന്നോട്ടെ, പൈസ ആകുമ്പോ തന്നോട്ടെ. വതജാവസ്, അതിനും കഴിയുന്നില്ലെങ്കിൽ അയാൾക്കത് വിട്ടുകൊടുത്തേക്ക്. അല്ലാഹു അസ്സ വജല്ല യതജാവസു അന്നാ, അല്ലാഹു നാളെ ഞങ്ങൾക്കും മാപ്പ് തന്നേക്കാം. ഇത് പറഞ്ഞപ്പോൾ ഖാലല്ലാഹു അസ്സ വജൽ, അയാളോട് റബ്ബ് പറഞ്ഞു, ആയിക്കോട്ടെ, ഖദ് തജാവസ്തു അൻക, ഞാൻ നിനക്ക് നിന്റെ സർവ്വ പാപങ്ങളും മാപ്പ് തന്നിരിക്കുകയാണ്, ഞാൻ നിനക്ക് സ്വർഗ്ഗം നൽകുകയാണ് എന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു നന്മ അയാൾ ചെയ്തിട്ടില്ല. ആകെ ജീവിതത്തിൽ ചെയ്ത നന്മ കടം കൊടുത്ത ആൾക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അള്ളാന്റെ പണി എന്താ? അള്ളാന്റെ പണി എന്താ? പോലീസുകാരെ പണിയാണോ പഠിച്ചോ ചെയ്യുന്നത്? പോലീസുകാരെ പണിയാണോ പഠിച്ചോ ചെയ്യുന്നത്? പോലീസുകാരെ പണി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ മാർച്ച് മാസമായാല് റോഡ് സൈഡിലുള്ള ഒരു മരം പോലീസുകാർ വെറുതെ വിടൂല, അല്ലെ? റോഡ് സൈഡിലുള്ള ഒരു തണലുള്ള ഒരു മരത്തിന്റെ അടിയിലും പോലീസിന്റെ വണ്ടി കാണാതിരിക്കൂല. നിങ്ങൾ എവിടെ തണലുണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യും. കൈ കാട്ടും, വിടുക. എന്തുണ്ടോ? ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സർ. ഹെൽമെറ്റ് ഉണ്ടോ? ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? ഉണ്ട്. പൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ ഉണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു ആപ്പിൽ നമ്പർ അടിച്ചതൊക്കെ കാണുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഇവർക്കറിയാം. ഇതവിടെ നോക്കിയാൽ മതി. ഇതൊന്നും നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ടെക്നോളജി വികസിച്ചൊരു സമയമാണ്, ഒരു കാലമാണ്. ഇതൊക്കെ ഇല്ലെങ്കിലും ഇല്ലാന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറയും. എന്തിനാ ഇതൊക്കെ ആവശ്യം? ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യാനാണ്? ഉപദ്രവിക്കലാണ്. മാക്സിമം എങ്ങനെ ശല്യം ചെയ്യാന്നാണ് അവർ ചിന്തിക്കുക. പൊല്യൂഷൻ കൊണ്ടുപോകാം, അവർക്കറിയാം. നോക്കിയാൽ ഇതുണ്ടോ? ഇൻഷുറൻസ് കൊണ്ടുപോകാം, അതും അറിയാം. മൊബൈൽ നോക്കിയാൽ അറിയുണ്ടോ? ഒക്കെ അറിയാം. എല്ലാം ഓക്കെ, വെരി ഗുഡ്, മാഷാ അല്ലാഹ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഏതെങ്കിലും ഒരു പോലീസ് ചരിത്രത്തിൽ ഇന്ന് വരെ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? എല്ലാ പേപ്പറുള്ള ഒരാളെ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ ചെയ്യാ? പിന്നെ അടുത്ത് ഇങ്ങനെ വരും, കൈ നിട്ടിട്ട് വണ്ടീൻ്റെ അടുത്ത് വരും. എന്താടാ ഇത്? നമ്പർ പ്ലേറ്റ് എന്താടാ ഇങ്ങനെ നോക്കും? മനസ്സിലായി? നമ്പർ പ്ലേറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും സ്റ്റിക്കർ ഇട്ട്, സ്റ്റിക്കർ ഒന്നും പാടില്ല കേട്ടോ, ഇതൊക്കെ മാറ്റിക്കോണം. ഞാൻ മാറ്റണം, നീ മാറ്റും. സ്റ്റിക്കർ സാധാ 5 രൂപേൻ്റെ മറ്റേ ബൂമറിലൊരു സ്റ്റിക്കർ ഇട്ടില്ല, അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും പേര് ഒട്ടിച്ചിട്ടുണ്ടോ? റിഫ മോൾന്നോ റിഹാ മോൾന്നോ ഒട്ടിച്ചിട്ടുണ്ടാവും.
ഇതാ നമ്മളെ പോലീസുകാരുടെ അവസ്ഥ. എന്ത് കുറവുണ്ട് എന്ന് അവർ നോക്കുക. കാറാണെങ്കിൽ എല്ലാം ഓക്കെ, കൂളിംഗ് ഉണ്ടല്ലേടാ, കൂളിംഗ് അയക്കാൻ പറയും. ഇപ്പൊ ഫൈൻ 2500 ഫൈൻ എല്ലാം കൂളിംഗ് അയച്ചു, ആയിക്കോട്ടെ, അവരെന്നെ അയച്ചു. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഓപ്പൺ അവർക്ക്. അള്ളാഹു ഇങ്ങനെയല്ല മുഅ്മിനീങ്ങളെ. നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? നോമ്പോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പിന്നെന്താ? നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അതുണ്ട്. നീ എന്നാലും തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് പഠിച്ചോ നരകത്തിലിടോ? അതാണോ പഠിച്ചോ? നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലേ? നിസ്കരിച്ചിട്ടുണ്ടല്ലോ പഠിച്ചോനെ? നിസ്കരിച്ചിട്ടുണ്ട്. ദുഹാ നിസ്കരിച്ചിട്ടുണ്ടോ? ഖുർആൻ ഒരു ഖത്ത് ഓതിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ട് നരകത്തിലിടാനല്ല പഠിച്ചോന്റെ ഇഷ്ടം. അള്ളാഹ് ചോദിക്കുന്ന എന്താ? നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. നോമ്പോക്കിയിട്ടുണ്ടോ? അതുമില്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചു ചോദിക്കാം. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ പഠിച്ചോനെ കടം കൊടുത്തിട്ട് ഞാൻ വാങ്ങുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി പോണ്ടെന്ന് വിചാരിച്ചിട്ട് സൗകര്യം ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. ഇങ്ങനൊരു നന്മ ചെയ്തിട്ടുണ്ടല്ലേ, മാഷാ അല്ലാഹ്, വാഹനി സ്വർഗത്തിലേക്ക്. ഇതാണ് പഠിച്ചോൻ. വേറെ ആൾ പറഞ്ഞു, പഠിച്ചോനെ നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിച്ചോനെ നോമ്പോക്കിയിട്ടുണ്ടോ? ഇല്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ പിന്നെന്താ? ഞാൻ കുറേ കള്ളുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? അള്ളാഹ് ചോദിക്കാൻ. ഞാൻ വരുന്ന വഴിയിൽ ദാഹിച്ച് വലയുന്ന ഒരു നായെ കണ്ടപ്പോൾ പഠിച്ചോനെ എനിക്ക് തോന്നി, എനിക്ക് ദാഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല പ്രയാസം ഉണ്ടാവില്ലേ, ഞാൻ വെള്ളം കൊടുത്തു. മാഷാ അല്ലാഹ്, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്നാൽ നീയും സ്വർഗത്തിൽ. ഇതാണ് പഠിച്ചോൻ. ഈ പഠിച്ചോനെയാണ് ഒരു നിസ്കാരം കളാക്കിയാൽ നരകത്തിന്റെ 70ാമത്തെ തട്ടിലേക്ക് വലിച്ചെറിയുന്ന പഠിച്ചോനായിട്ട് മക്കളോട് നമ്മൾ എന്തറിയുന്നത്, ഉപമിക്കുന്നത്. ഈ പഠിച്ചോനെ. ഈ പഠിച്ചോനോട് മക്കൾക്ക് സ്നേഹം ഉണ്ടാവുമോ? ഈ മക്കൾക്ക് പോലീസുകാരോട് നമുക്കാരും കൽബിൽ സ്നേഹം തോന്നാറുണ്ടോ? ഏതെങ്കിലും പോലീസുകാരോട്? എന്തുകൊണ്ട്? ഇവരിങ്ങനെ അലമ്പാക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ അലമ്പാക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ ഒരു ദിവസം ചെറുക്കൾ കുറച്ച് മുമ്പ് ചെറുക്കുന്നൊരു പോലീസ് പിടിച്ചു. എൻ്റെ ഇതേ വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കുറേ ഒരു 4-5 വർഷം മുമ്പ്. അപ്പോൾ അതിൽ കൂളിംഗ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെ, കൂളിംഗ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കൂളിങ്ങിനോട് പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ചാവി വാങ്ങിച്ചിട്ട് എൻ്റെ പിന്നെന്ത് ചെയ്തു, കൂളിങ് മൂപ്പരിങ്ങനെ മാർക്ക് ചെയ്തിട്ട് മൂപ്പരിൻ്റെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ബാക്കിൽ പോയിട്ട് നമ്പർ കാണിച്ചു തരാം. ഇതെന്താടോ തന്തയും തള്ളയും പോലെ നമ്പർ പ്ലേറ്റ് എന്താ തന്തയും തള്ളയും പോലെ? KL14M എന്നുള്ളത് കുറച്ച് ചെറുതായിരുന്നു, 8555 എന്നുള്ളത് കുറച്ച് വലുതായിരുന്നു. ഇതെന്താ തന്തയും തള്ളയും പോലെ മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റി. മനസ്സിലായ? അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടാണ് അവർ ഇനി എല്ലാം ഓക്കെ ആണെങ്കിൽ ഇന്ന് വരെ ഒരു നല്ല സർട്ടിഫിക്കറ്റ്, നല്ല വാക്ക് അവരിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ബേജാറാണ്, ടെൻഷനാണ്. പോലീസുകാർ മുമ്പിലുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പേടിയുള്ള എത്ര കൂട്ടർ ഇവിടെ ഉണ്ട് പറഞ്ഞു. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലീസ് വണ്ടി മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പേടിയുള്ള എത്ര ഡ്രൈവർമാർ ഇവിടെ ഉണ്ട്. ഓവർടേക്ക് ചെയ്താൽ പോലീസുകാരെന്ത് വിചാരിക്കോ? പോലീസുകാരെന്തെങ്കിലും പിടിക്കോ? ഇനി ബാക്കിൽ വന്നിട്ട് ലൈസൻസ് വയ്ക്കോ? ഒന്ന് പേടിച്ചിട്ട് ഓവർടേക്ക് ചെയ്യാത്ത ഡ്രൈവർമാർ എനിക്കറിയാം. അതെന്താ? അങ്ങനെ ഒരു പിന്നെ അവരെ കുറിച്ചിട്ടൊരു ചിന്ത അങ്ങനെ ആക്കി നമ്മുടെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ സ്നേഹനിധിയായ കാരുണ്യവാനായ അള്ളാഹുവിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണിച്ചു തരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെറുപ്പക്കാരെ നിങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, നിങ്ങൾ നല്ല സ്വഭാവക്കാരനായിട്ട് മാറിയാൽ മതി. നിങ്ങൾ നല്ല സ്വഭാവക്കാരനായിട്ട് മാറി. നിങ്ങളെ കൊണ്ട് ഇസ്ലാമിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. കല്യാണത്തിന്റെ സമയത്ത് എന്തൊക്കെയോ കോലം കെട്ടിയിട്ട് ആളുകൾ ഇസ്ലാമിനെ പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. സോഷ്യൽ മീഡിയയിൽ തോന്നിവാസം കാട്ടിക്കൂട്ടിയിട്ട് ഇസ്ലാമിനെ പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മളെ കൊണ്ട് ഇസ്ലാമിനൊരു ശല്യം, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നാടിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലൊരു പ്രവർത്തനം ഉണ്ടാവുക. അതിനും പകരം നമ്മളെ കാണിച്ചിട്ട് ഇത് എൻ്റെ മക്കളാണ്, എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരണം എന്ന് മാത്രമാണ് എനിക്ക് ഇന്നത്തെ വാലിൽ നിങ്ങളോട് പറയാനുള്ളത്. യുവാക്കളോട്, യുവതികളോട് അതേപോലെ. നിങ്ങളെ നിസ്കാരമൊക്കെ നിങ്ങൾക്ക് ഖബറിലേക്കുള്ളത്. നിങ്ങൾ നിസ്കരിച്ചതുകൊണ്ട് എനിക്കും കിട്ടാനില്ല, ദീനിനും കിട്ടാനില്ല, ഇസ്ലാമിനൊരു ചുക്കും കിട്ടാനില്ല. നിങ്ങളെ നാട്ടുകാരൊക്കെ നിസ്കരിച്ചതുകൊണ്ട് ഇസ്ലാം ദീനിന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടോ? നിങ്ങളെന്താ മിണ്ടാത്ത? നിങ്ങളെല്ലാവരും പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചതുകൊണ്ട് ഇസ്ലാം ദീനിന് വല്ല നേട്ടമുണ്ടോ? യുവാക്കൾ യുവതികളൊക്കെ നിസ്കാരക്കാരായി, നമ്മുടെ ദീനിന് വല്ല നേട്ടമുണ്ടോ? ആളുകളൊക്കെ പറയോ, ഉപ്പളയിലുള്ള നാട്ടുകാരും അമുസ്ലിങ്ങളൊക്കെ പറയോ, മാഷാ അല്ലാഹ് ഉപ്പളത്തുള്ള മുസ്ലിങ്ങളൊക്കെ എത്ര നല്ല മനുഷ്യന്മാരാ. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവരൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയോ? ഇല്ല, നിസ്കാരം നമ്മുടെ ഖബറിലേക്കുള്ളതാണ്. നിങ്ങൾ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കുള്ളതല്ല.
അത് ദീനിനുള്ളതാണ്. നിങ്ങളുടെ സ്വഭാവം ദീനിനുള്ളതാണ്. നിങ്ങൾ മുസ്ലിമായ കാലത്തോളം ദുസ്വഭാവിയായി മാറരുത്. നിങ്ങളൊരു മുസ്ലിമായ ഐഡന്റിറ്റി ഉള്ള കാലത്തോളം, ഹിജാബ് ധരിക്കുന്ന കാലത്തോളം, തട്ടം ധരിക്കുന്ന കാലത്തോളം, തൊപ്പിവെക്കുന്ന കാലത്തോളം, മുസ്ലിം എന്ന പേരുള്ള കാലത്തോളം, നീ ഒരു പ്രാക്ടിക്കൽ മുസ്ലിമായാലും അല്ലേലും, നീ ഒരു അള്ളാഹുവിനെ പേടിക്കുന്ന മുസ്ലിമായാലും അല്ലെങ്കിൽ പേരുകൊണ്ട് മാത്രമുള്ള മുസ്ലിമായാലും, ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി നിന്നിലുള്ള കാലത്തോളം നിന്നെ കൊണ്ട് ഇസ്ലാമിന് ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും ഉണ്ടാവാതെ സൂക്ഷിക്കണം. നീ കാരണം ഇസ്ലാമിന് അഭിമാനമുണ്ടാവണം, നീ കാരണം ഇസ്ലാമിന് നേട്ടമുണ്ടാവണം, നീ കാരണം നിന്റെ നാട്ടുകാർ പറയണം അയാൾ എന്റെ നാട്ടുകാരനാണെന്ന്, നിന്റെ കുടുംബക്കാരൻ പറയണം അതെന്റെ കുടുംബക്കാരനാണെന്ന്, ഈ കാസർഗോഡ് ജില്ലക്കാർ പറയണം എന്റെ ജില്ലക്കാരനാണെന്ന്, മുസ്ലിമീങ്ങൾ പറയണം എന്റെ മതക്കാരനാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പരിശുദ്ധ ദീനിന് നേട്ടമുണ്ടാക്കണം നിങ്ങളുടെ സ്വഭാവത്തിലൂടെ, നിങ്ങളുടെ കോൺട്രിബ്യൂഷനിലൂടെ, നിങ്ങളുടെ ചിന്തയിലൂടെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, നിങ്ങളുടെ പഠന നിലവാരത്തിൽ, നിങ്ങളുടെ സമ്പാദ്യങ്ങളിലൂടെ ഈ ദീനിന് നേട്ടമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കോട്ടമുണ്ടാക്കരുത് ഒരു കാരണവശാലും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരാൾ ഇങ്ങനെ നടക്കുകയാണ്, റജുലുൻ യംശി ബിത്വരീഖിൻ, ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ഒരാൾ. ഇദ് വജദ ഉസ്ന ശൗഖിൻ അലി ത്വരീഖി, അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ ഒരു കൊമ്പ് ഒരു വഴിയിൽ കണ്ടു. ഫഅഖറഹു, അതിനാണെന്തൊക്കെ ആ മരത്തിന്റെ കൊമ്പ് റോട്ടിൽ കണ്ടപ്പോ അതെടുത്തിട്ട് മൂപ്പർ സൈഡിലേക്ക് നീക്കി. ഫശക്കറല്ലാഹ്, അല്ലാഹു അത് ഇഷ്ടായി. ഫഗഫറ ലഹു, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുത്തു. എന്താ ഇപ്പൊ ഇയാൾ ചെയ്തത്? ബൈക്കിലോ കാറിലോ നടന്നിട്ടോ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഒരു മരത്തിന്റെ കൊമ്പ് വീണിട്ടുണ്ട്. അയാൾ മനസ്സിലായി, ഇതിപ്പോ ഞാൻ എടുക്കാതെ പോയ ശേഷം വരുന്ന ഒരു ബൈക്കുകാരൻ ശ്രദ്ധിക്കാതെ വന്നാൽ ഈ കൊമ്പിലേക്ക് തട്ടി ബൈക്ക് മറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനക്കാരന്റെ കാറുകാരന്റെ ബമ്പറിൽ തട്ടിയാൽ ആ ബമ്പറിൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ആ സാധനം എടുത്തു മാറ്റി. ഈ ഒരൊറ്റ കാരണത്താൽ അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകിന. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഈ ദീനിനും ഈ മതത്തിനും ഈ നാടിനും എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, ഈ മനുഷ്യൻ എന്ത് നന്മയാ ചെയ്തത്? വരുന്ന വഴിയിൽ ഒരു മരത്തിന്റെ കഷ്ണം കണ്ടു, അല്ലെങ്കിൽ ഒരു കല്ലിന്റെ കഷ്ണം കണ്ടു, അല്ലെങ്കിൽ ഒരു മുൾകഷ്ണം കണ്ടു. ഈ നടന്നു വരുന്ന ഒരാളുടെ കാലിലേക്ക് മുള്ള് തറക്കരുത് എന്ന് ഭയന്നിട്ട് അയാളെടുത്ത് സൈഡിലേക്ക് മാറ്റി. ഈ ഒരൊറ്റ കാരണത്താൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകി എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അയാൾ നന്മ ചെയ്തോന്ന് പോലും പഠിച്ചു നോക്കിയിട്ടില്ല. നീ നിസ്കരിച്ചിട്ടുണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ, ജമാഅത്തിന് പോയിട്ടുണ്ടോ എന്നൊന്നും നോക്കിയിട്ടില്ല. അള്ളാഹ് എന്താ ശ്രദ്ധിച്ചത്? ഈ മനുഷ്യന്റെ ഖൽബിൽ കാരുണ്യമുണ്ടോ എന്നാ നോക്കിയത്. ഇനി അടുത്തത് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഒരു കാരണവശാലും നമ്മുടെ മക്കളെ അടിക്കാൻ പാടില്ല. 7 വയസ്സുവരെ നമ്മുടെ മക്കളുടെ കൂടെ കളിക്കണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നബിത്തങ്ങൾ, ഇത് ആരാ പറഞ്ഞത്? മഹാന്മാരായ പണ്ഡിതന്മാരാ പറഞ്ഞത്. അതുകൊണ്ട് നബിത്തങ്ങൾ അങ്ങനെ കളിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ ഒരു കുഞ്ഞ് നമ്മുടെ മുസല്ലയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ആക്രോശിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിസ്കരിക്കുമ്പോ മക്കള് മുമ്പിലേക്ക് വന്നതിന്റെ പേരിൽ മക്കളെ അടിച്ചിട്ടുണ്ടോ? ഭാര്യയെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞ വെറുതെ എനിക്ക് വേണ്ടിട്ട് സമ്മതിക്കണമെന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. മുസല്ലയിലേക്ക് വരണമെന്നില്ല, തൊട്ടിപ്പുറത്ത് വന്നിട്ട് മക്കൾ ഒച്ച ഉണ്ടാക്കിയവരെ നിസ്കാരം കഴിഞ്ഞിട്ട് ചീത്ത പറയുന്ന ഉപ്പമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ നിങ്ങൾ കണ്ടു പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്. നിങ്ങളൊക്കെ കേട്ടതല്ലേ 3 തവണ നിസ്കാരത്തിൽ ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന്. എന്നാൽ ഈ ശരീഅത്ത് കൊണ്ടുവന്ന പരിശുദ്ധ ഹബീബ് നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ ഷോൾഡറിൽ നിന്ന് താഴെ വെക്കുന്നു കുട്ടിയെ. സുജൂദിൽ നിന്ന് എണീക്കുമ്പോ ആ കുട്ടിയെ എടുത്തിട്ട് തന്റെ ഷോൾഡറിൽ വെക്കുന്നു പരിശുദ്ധ റസൂലുള്ളാഹ്. ചീത്ത പറഞ്ഞ മക്കൾ, അന്ന് ഡാപ്പർ ഉണ്ടോ? പാമ്പേഴ്സ് ഉണ്ടോ? സ്നെഗ്ഗി ഉണ്ടോ? ടെഡ്ഡി ഉണ്ടോ? എന്തെങ്കിലും ഒന്നുണ്ടോ? പാമ്പേഴ്സ് ഉണ്ടോ? ഡാപ്പേഴ്സ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ.
എന്നാ അന്നത്തെ നബിത്തങ്ങള് അവരെ ഷോൾഡറിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നു, റുക്കുവിൽ പോകുമ്പോഴത്തേക്ക് താഴെ വെക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ല, 3 വട്ടം അന്യ നിസ്കാരം ബാത്തിലാവൂലേ? ഇത് ശരീഅത്ത് കൊണ്ടുവന്ന അല്ലാഹുവിന്റെ ഹബീബാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങളുടെ മുമ്പിൽ മക്കൾ ആരെങ്കിലും മോശമായിട്ടുണ്ടോ? നബിത്തങ്ങൾ എന്താ ചെയ്യുന്നത്? ഉദാഹരണം പറഞ്ഞു തരാം. നബിത്തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. നിങ്ങളിൽ ആരാണ് അത് പഠിക്കുന്നത്, പകർത്തുന്നത്, അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഒരു വഅലിന് വരുന്ന ആൾക്ക് 3 ദൗത്യമുള്ളത്. വഅല് കേൾക്കാൻ വരുന്നവരുടെ മുമ്പിൽ 3 കടമയാണുള്ളത്. 1 കേൾക്കുക. സദസ്സിലിരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ കളിക്കാൻ പാടില്ല. കേൾക്കുക, പറയുന്നത് പഠിക്കുക, എന്താണ് ഈ പറയുന്നത്. രണ്ടാമത്തേത് പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തുക. മൂന്നാമത്തേത് ഇത് കേൾക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നബി തങ്ങൾ ചോദിച്ചു, ഞാൻ അങ്ങനെ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ ആരാണ്? ഉടനെ തന്നെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ നബി തങ്ങൾ അബൂ ഹുറൈറയെ കൈ പിടിച്ചു. ഫഅഖദ ബിയദി, കൈ പിടിച്ചിട്ട് ഖൽബിൽ നിന്ന് ഖൽബിലേക്കുള്ള മെസ്സേജുകൾ, സന്ദേശം കൈമാറലാണ് നബി തങ്ങൾ ചെയ്തത്. ഫഅഖദ ബിയദി, കൈ പിടിച്ചിട്ട് അബൂ ഹുറൈറ, പിന്നെ ഇതൊക്കെയാണ് നീ ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. മഹാനായ മുആദ് തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഷോൾഡറിൽ നബി തങ്ങൾ ഇങ്ങനെ തട്ടി എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്റെ ഷോൾഡറിൽ കൈവച്ചു. ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നതിന് പകരം മക്കളെ അടിക്കുന്ന ഈ ഉമ്മമാർക്ക് അല്ലാഹു മാപ്പ് നൽകുമോ? മുഅ്മിനീങ്ങളെ, മക്കളടിക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവിന് അല്ലാഹു മാപ്പ് കൊടുക്കുമോ? ഞാൻ വിശ്വസിക്കുന്നത് കൊടുക്കൂല തന്നെയാണ്. മക്കളടിക്കുന്ന രക്ഷിതാക്കൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കൂല തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനിത് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിങ്ങനെ വാൽ പറയാൻ തുടങ്ങിയത്. ഞാനൊരിക്കലും സ്വർഗം തന്നെ കിട്ടൂല എന്ന് പ്രസംഗിച്ചു. അപ്പോൾ സദസ്സിൽപ്പെട്ട ഒരാൾക്ക് ഭയങ്കര വിഷമായി. അത് നിങ്ങൾ പറഞ്ഞ് ശരിയായില്ല. ഞാൻ ചോദിച്ചു, അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ പാരൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? നിങ്ങളതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ പറയാം ഒരു ഉദാഹരണം. ഞാൻ കണ്ടു ഒരാളെ മക്കളെ ഉറക്കാണ്, കുട്ടീനെ ഉറക്കാണ്. 2 വയസ്സുള്ളൊരു കുട്ടീനെ ഉറക്കാണ്. അപ്പൊ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഉമ്മ ഉറക്കുമ്പോ ഒന്നും കുട്ടി ഉറങ്ങിക്കൊള്ളണമെന്നില്ല, അല്ലെ? നിങ്ങൾ ഉറങ്ങിക്കോന്ന് പറയുമ്പോ ആയിക്കോട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങും. കുട്ടികളില്ല, കുട്ടികൾ അങ്ങോട്ട് ചാടിക്കളിക്കും, ഇങ്ങോട്ട് ചാടും, ഒച്ച വെക്കും, പാട്ട് പാടും, അങ്ങനെയൊക്കെ ചെയ്യും. ഒരടി കൊടുത്തു. കുട്ടിക്ക് ഉറക്കക്കായിരുന്നു. എന്റെ മുമ്പിൽ നടക്കുന്ന ഒരു സംഭവം ഞങ്ങളോട് പറയുന്നു. കുട്ടി ഉറക്കക്കായിരുന്നു. സ്വാഭാവികമായിട്ട് കരച്ചിൽ കഴിഞ്ഞതിന് ശേഷം കുട്ടി എന്തായി? ഫ്രീ ആയി വീണ്ടും കളിക്കാൻ തുടങ്ങി. അപ്പൊ ഉമ്മ വീണ്ടും ഉറക്കാൻ ശ്രമിച്ചു. കുട്ടി വീണ്ടും ഉറങ്ങുന്നില്ല, വീണ്ടും അടിച്ചു. അപ്പൊ ഈ ഉമ്മാക്ക് ഒരല്പമെങ്കിലും തലയിൽ തലച്ചോറുണ്ടെങ്കിൽ ഉമ്മ എന്ത് മനസ്സിലാക്കണം? ഞാൻ ഒരു തവണ അടിച്ചത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്റെ അടി കൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ അടി എന്നുള്ള ശൈലി മാറ്റി വേറൊരു മെത്തഡോളജിയിലേക്ക് ഞാൻ പോകണം. അത് ഉമ്മ ചിന്തിക്കണമായിരുന്നു, ചിന്തിച്ചില്ല. 2 വട്ടം അടിച്ചു. കുട്ടി വീണ്ടും കരഞ്ഞു. കുറെ നേരം കരഞ്ഞതിന് ശേഷം വീണ്ടും കുട്ടി ചാടി കളിക്കാൻ തുടങ്ങി. പിന്നെ ഒന്ന് ഫ്രീ ആയി, കരച്ചിൽ നിർത്തി ഫ്രീ ആയി. ഉമ്മ വീണ്ടും ഉറക്കാൻ ശ്രമിച്ചു. 3ാമതും ഉമ്മ അടിച്ചു. അങ്ങനെ ഒരൊറ്റൊരു ദിവസം 10 തവണ കുട്ടി അടിച്ചു. ഞാൻ കുട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചു, മതി അടിച്ചു. നിനക്ക് അടിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലേ? ഇനി അടിക്കരുത്. അടിച്ചിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അടിക്കരുത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊരു റിസൾട്ട് നമ്മൾ കാണണം. ആ റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അടിക്കാൻ പോകരുത്. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട പിഞ്ചോമന മക്കൾക്ക്, പക്വതയെത്താത്ത വകതിരിവെത്താത്ത പിഞ്ചു പൈതങ്ങളെ ഉമ്മമാരെ നിങ്ങൾ എങ്ങനെയാണ് അടിക്കുന്നത്? ഭർത്താക്കന്മാരോടുള്ള ചൊടി മക്കളിൽ തീർക്കുകയാണോ? ഭർത്താക്കന്മാരോടുള്ള ചൊടി നിങ്ങൾ മക്കളിൽ തീർക്കാണോ? അങ്ങനെയാണെങ്കിൽ വേറെ കുറെ ഓപ്ഷൻ ഉണ്ട്. ഈ പാശ്ചാത്യന്മാരായ ആളുകളൊക്കെ സ്ട്രെസ് വരുമ്പോൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെന്ന് അറിയും. ഈ പഴയ ആക്രി കച്ചവടത്തിലുള്ള കാറൊക്കെ ഉണ്ടാവില്ലേ, അഥവാ ഇനി വിൽക്കാനൊന്നുമില്ല, അത് ആക്രിയായിട്ട് പിന്നെ വിൽക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള കാറിന്റെ ക്ലാസ്സിലേക്ക് അവരടിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ പഴയ സാധനങ്ങൾ, കുപ്പി ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോയി ഒരു മരത്തിന്റെ മുകളിൽ വെച്ചിട്ട് ആ സ്ട്രെസ്, ആ ഒരു പെയിൻ മാറുന്നത് വരെ അടിച്ചു പൊട്ടിക്കും. അതൊരു നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ദേഷ്യം, ഒരു ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ് തീരുന്നത് വരെ. നമ്മുടെ ഉമ്മമാര് സ്ട്രെസ് തീരുന്നവരെ മക്കളടിക്കും. അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയുന്നത്. നിങ്ങൾ പറയും അടിക്കാതെ നന്നാവൂല. ഞാൻ ചോദിക്കട്ടെ, അടിച്ചിട്ട് നന്നായോ?
ഒക്കെ അടിച്ചിട്ട് നന്നായോ എങ്കിലൊക്കെ റിസൾട്ട് ഉണ്ടെങ്കിലൊക്കെ റിസൾട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ അടിക്കാത്ത മെത്തേഡ് നോക്കണം. പിന്നെ ഒച്ച വെച്ച് സംസാരിക്കുന്നത് പാടില്ല. ഒരു കാരണവശാലും ഒച്ച വെച്ചവരെ പേടിപ്പിക്കാൻ പാടില്ല. ഇതവർ കണ്ടു പഠിക്കുന്നു. പിന്നെ സ്വന്തം സഹപാഠികളോട് സംസാരിക്കുമ്പോൾ അവരും ഇതേപോലെ ഒച്ച വെച്ച് പേടിപ്പിക്കുകയാണ്. നേരെ മറിച്ച് സൗമ്യമായി നബി തങ്ങൾ എന്താ പറഞ്ഞത്? അടുത്തിങ്ങനെ ഭക്ഷണം കഴിക്കാം, കുൽബി യമീനിക്ക, മോനെ ഇങ്ങനെ നെഞ്ചിലൊക്കെ തട്ടും, ഷോൾഡറിലൊക്കെ തട്ടും, മോനെ വലത് കൈ കൊണ്ട് തിന്നെന്ന് പറയും. ഈ തിന്നില്ലെങ്കിൽ അടിക്കാൻ പോവില്ല നബിത്തങ്ങള്, അടിക്കാൻ പോവില്ല. കുട്ടി തിന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നബിത്തങ്ങൾ പറയും വലത് കൈയിൽ തിന്നൂടെ മോനെ, കുൽ മിമ്മാ യലീക, നിനക്കടുത്തതിൽ നിന്ന് തിന്നണം. ഒരു പാത്രത്തിൽ നിന്ന് അങ്ങും ഇങ്ങും കൈയിട്ട് തിന്നരുത്, ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് തിന്നണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നബി തങ്ങളെ കാണാൻ ഒരാൾ കടന്നു വന്നത്? എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ മുസ്ലിമാവാം, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്നോട് വാശി പിടിക്കാൻ പാടില്ല. ഒരു കാര്യത്തിൽ മാത്രം വാശി പിടിക്കരുത്, ഞാൻ മുസ്ലിം ആയിക്കോളാം. അതെന്താ? എനിക്ക് വ്യഭിചാരം മാത്രം അത് വേണ്ട നിങ്ങൾ എന്നോട് പറയും. ഞാൻ നോമ്പെടുക്കാം, സക്കാത്ത് കൊടുക്കാം, ഹജ്ജ് ചെയ്യാം, നിസ്കരിക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം. വ്യഭിചാരം എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വികാരമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. നമ്മളെന്താ പറയുക? ഉസ്താദ്മാരെന്താ പറയുക? നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ നീ മുസ്ലിം ആണ്ടെന്ന് അറിയും അല്ലേ? എനിക്ക് കഴിയുന്നില്ല, മുസ്ലിം ആണ്ട, വണ്ടി വിട്ടുവെന്ന് നമ്മൾ പറയാം. നബി തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, നീ മുസ്ലിമായ മതി. എന്നിട്ട് നബി തങ്ങൾ അയാൾ അടുത്തേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വന്നു, ചേർത്ത് പിടിച്ചിട്ട് നബി തങ്ങൾ ചോദിച്ചു, മോനെ, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നിന്റെ ഉമ്മയെ വേറൊരാൾ വ്യഭിചരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. എനിക്ക് കയ്യിൽ ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നീ വ്യഭിചരിക്കുന്നത് വേറൊരാളുടെ ഉമ്മയായിക്കൂടെ? നിനക്ക് നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവാറുള്ള പ്രശ്നം, മാനസികമായ പ്രയാസം ആ ഉമ്മയുടെ മക്കൾക്ക് ഉണ്ടാവില്ലേ? ശരിയാണ് നബി, ശരിയാണ്. നിന്റെ മക്കളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഒരാൾ വന്നിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് നീ സമ്മതിച്ചു കൊടുക്കോ? ഇല്ല നബിയെ, ഞാൻ വെറുതെ വിടൂല. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് വേറൊരു ഉമ്മയുടെ മക്കളല്ലേ, അവർക്കും ഈ വിഷമം ഉണ്ടാവില്ലേ? നിന്റെ പെങ്ങളെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയെ. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് വേറൊരാളുടെ പെങ്ങളല്ലേ, അങ്ങനെ ആയിക്കൂടെ, അവർക്കും വിഷമം ഉണ്ടാവില്ലേ? എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് അവസാനമായിട്ട് പറയാം, നബിയെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള ആഗ്രഹം ഈ വ്യഭിചാരത്തോടുള്ള താല്പര്യമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നാൻ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വെറുപ്പ് തോന്നുന്ന വേറൊരു പ്രവർത്തനമില്ല. ശുദ്ധമായ നബി തങ്ങൾ അയാളുടെ ഖൽബിൽ കൈവച്ച് ദുആ ചെയ്യുന്ന അല്ലാഹു അയാളുടെ ഖൽബ് നന്നാക്കണേ, ശുദ്ധിയാക്കണേ. ഇങ്ങനെയാണ് അതിൻ്റെ മെത്തഡോളജി, ഇങ്ങനെയാണ് ഉപദേശത്തിൻ്റെ ടേം, ഉപയോഗിക്കേണ്ട ടേമുകൾ, ശൈലി, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് വിഷയം കൊടുക്കും? വഴിതെറ്റുന്ന യുവാക്കളും വഴിതെറ്റുന്ന യുവതികളും. പാവപ്പെട്ട യുവാക്കളും യുവതികളിൽ ആരെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടോ? അവർ ഉത്തരവാദികളാണോ? ആണ്, നിങ്ങൾ പറ. അവർ യുവാക്കളാണോ വഴിതെറ്റിയിട്ടുള്ളത്? പ്രശ്നന്മാരുടെ ഭാഗത്താണ്. യുവാക്കൾ ഒരിക്കലും വഴിതെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മൾ യുവാക്കൾ ആരും വഴിതെറ്റിയിട്ടില്ല. പഴയ യുവാക്കളെക്കാൾ, അഥവാ ഇന്ന് 50ഉം 60ഉം വയസ്സും പ്രായമുള്ള ഉപ്പമാരുള്ള നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ നിസ്കരിച്ചതിനേക്കാളും ഇന്നത്തെ യുവാക്കൾ നിസ്കരിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ മോഡലാക്കിയതുപോലെ ഇന്നത്തെ യുവാക്കൾ മോഡലാക്കുന്നില്ല. ഫോട്ടോ നോക്കി, നിങ്ങൾ പഴയ കല്യാണ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്ത്. നിങ്ങളെ പഴയ കല്യാണ ഫോട്ടോസും ഇന്നത്തെ കുട്ടിയുടെ കല്യാണ ഫോട്ടോസും നിങ്ങൾ നോക്കുന്നു. അന്ന് മതിൽച്ചാട്ടം സംഭവിച്ചതുപോലെ ഇന്ന് മതിൽച്ചാട്ടം നടക്കുന്നില്ല. ഇല്ല, നിങ്ങളൊക്കെ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം സോഷ്യൽ മീഡിയയാണ്. ഇന്ന് തിന്മകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി വന്നു. എന്നിട്ടും നമ്മുടെ മക്കൾ നിയന്ത്രിക്കുന്നില്ലേ? എനിക്കറിയാം, കോൺട്രാക്ടർ പണി, അതിൽ ഹറാം കലരുന്നത് കൊണ്ട് എത്രയും നല്ല ലാഭമുള്ള പണി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ടർ പണി ഒഴിവാക്കി വന്ന യുവാക്കളെ എനിക്കറിയാം.
എനിക്കറിയാം വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ മിനിമം ഒരു 5000 ദിർഹംസെങ്കിലും സാലറിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതിൽ ഹിന്ദുക്കളുടെ ദേവാലയങ്ങളിലേക്കുള്ള ബിംബങ്ങൾ വിൽക്കേണ്ടി വരുന്നു. അത് ഞാൻ പടച്ചവന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമോ എന്ന് വിചാരിച്ച് ജോലി ഒഴിവാക്കി വർഷങ്ങളോളം ജോലിയില്ലാതെ ഒറ്റയ്ക്ക് നിന്നിട്ട് അതേ കമ്പനി വീണ്ടും 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 വിളിച്ചു പോവാതെ എനിക്ക് എന്റെ പടച്ചോനെ പേടിയുണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്ന യുവാക്കൾ എനിക്കറിയാം. നിര്യാണിക്ക് താഴെ പാൻസ് ധരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജോലി ഒഴിവാക്കി വന്ന ജോലിക്കാരെനിക്കറിയാം. താടി വടിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നെ കുട്ടൂല എന്ന് പറഞ്ഞ് മാറി നിന്ന യുവാക്കളെയും എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾ പറയാ യുവാക്കളൊക്കെ വഴികേടിലാണ് എന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ ആരാണ് ഇവിടെ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്? നാട്ടിലുള്ള യുവാക്കളല്ലാതെ. ഒരു വീടെടുത്തു കൊടുക്കുമ്പോൾ ആരാണ് അതിന് മുൻകൈ എടുക്കുന്നത്? നാട്ടിലുള്ള യുവാക്കളല്ലാതെ. ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസം തീർത്തു കൊടുക്കാൻ ഇവിടെ ആരാ മുൻകൈ എടുക്കുന്നത്? യുവാക്കളല്ലേ. പിന്നെ അതിനവരെ കാണുന്നില്ല, അതിനുത്തരവാദി അവരല്ല, അവരുടെ രക്ഷിതാക്കളാണ്. സ്വാഭാവികമായി അവരുടെ പ്രായത്തിൽ എന്റർടൈൻമെന്റിനോട്, കളിയോട്, ചിരിയോട്, തമാശയോട്, സ്പോർട്സിനോട്, സിനിമയോടെല്ലാം താല്പര്യമുള്ള സമയത്ത് ആ പട്ടം പറത്തിയവൻ പട്ടത്തെ നിയന്ത്രിക്കുന്നത് പോലെ, കയറ് പിടിച്ച പട്ടത്തെ നിയന്ത്രിക്കുന്നത് പോലെ ഉപ്പമാരെ നിങ്ങളുടെ കയ്യിലൊരു നിയന്ത്രണം ഉണ്ടാവണം. ആ നിയന്ത്രണം വടികൊണ്ടാവരുത്, ആ നിയന്ത്രണം കൽബ് കൊണ്ടാവണം. കൽബിൽ നിന്ന് കൽബിലേക്കുള്ള മെസ്സേജുകൾ കൊണ്ടാവണം. നിങ്ങൾ 7 വയസ്സുവരെ കളിപ്പിച്ച് നബി തങ്ങൾ പറഞ്ഞു 7 വയസ്സായാൽ നിങ്ങൾ അവരോട് നിസ്കരിക്കാൻ പറയണം. എങ്ങനെ? ഓരോ വഖത്തിനും നിങ്ങൾ അവരെ നിസ്കരിക്കാൻ അവരോട് പറയണം. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 വർഷമാണ്. ഒരു വർഷത്തിൽ 360 ദിവസം പിടിച്ചാൽ 1000 ദിവസം 3 കൊല്ലത്ത് നമുക്ക് കിട്ടും. അങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ടുണ്ടാവും. റൗണ്ട് ആക്കിയിട്ട് 1000 വർഷം അല്ലെ? 3 വർഷത്തിൽ 1000 ദിവസം. ആ 1000 ദിവസം 5 വഖത്ത് നേരം നിങ്ങൾ മക്കളോട് മോനെ നിസ്കരിക്കണം എന്ന് പറയണം. 5 വഖത്ത്, 1000 × 5 5000 സമയം നിങ്ങൾ പറയണം. 5000 പ്രാവശ്യം മക്കളോട് നിസ്കരിക്കാൻ പറയണം. ആ നിസ്കാരം പേടിപ്പിച്ചിട്ട് ഒച്ച വെച്ചിട്ട് അള്ളാഹ് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന മെസ്സേജോടല്ല. അള്ളാഹു കാരുണ്യവാനാണ്. നിന്റെ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കുന്നവനാണ് അല്ലാഹ്. അങ്ങനെയല്ലേ പഠിച്ചവൻ, അങ്ങനെയല്ലേ രക്ഷപ്പെടുത്തിയത് അല്ലേ? മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ കാലത്ത് കുടിച്ചു നടക്കുന്ന ഒരു യുവാവ്, അബൂ ഹനീഫ ഇമാം വഅദ് പറഞ്ഞ് അയാളെ നന്നാക്കാൻ പോയി. അയാൾ തിരിച്ചൊരു ചോദ്യം, അല്ലയോ ഉസ്താദേ, നിങ്ങൾ എന്റെ ഖബറിലേക്ക് വരുന്നില്ലല്ലോ, നിങ്ങളെ പണി നോക്കിയാൽ മതി എന്ന് അബൂ ഹനീഫ ഇമാമിനോട് പറഞ്ഞു. എന്റെ ഖബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, നിങ്ങളെ പണിയല്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇനെന്താ സംഭവിച്ചത്? കുറെ കാലത്തിന് ശേഷം മനുഷ്യൻ മരിച്ചുപോയി. അയൽവാസിയാ. മരിച്ചപ്പോ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ഒന്ന് വന്നിട്ട് മയ്യിത്ത് നിസ്കരിക്കണം. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ഞാൻ വരില്ല, ആ 4 കാലിൽ നടക്കുന്ന കുടിയന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ ഞാൻ വരില്ല. പോയില്ല. രാത്രിയായപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം എന്നറിയോ? ഈ കുടിയൻ മനോഹരമായ സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽ മനോഹരമായി അടിച്ചു പൊളിക്കുകയാണ്. തോട്ടത്തിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കാണ്. സ്വർഗത്തിലെ മനോഹരമായ തോട്ടത്തിൽ ഉലാത്തി നടക്കാണ്. ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഉലൂ അബീ ഹനീഫ, അബൂ ഹനീഫയോട് പറയണട്ടോ, ഇന്നൽ ജന്നത ലം തഅമൽ ലം യഅമൽ ബിയദി, ഈ സ്വർഗം മൂപ്പരുണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞേക്ക്. ഇടക്കിടക്ക് പറയാ, സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തി നടക്ക. ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഏയ് അബൂ ഹനീഫയെ കണ്ടാ പറയണട്ടോ, ഈ സ്വർഗം മൂപ്പര കൈ കൊണ്ടുണ്ടാക്കിയതിൽ പടച്ചോനുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ അബൂ ഹനീഫയോട്. അബൂ ഹനീഫ ഇമാം ഞെട്ടി ഉണർന്നു. പിറ്റേ ദിവസം രാവിലെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു? എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ കഥ? ഭാര്യ പറഞ്ഞു, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണം. നിങ്ങൾക്ക് അറിയില്ല, ഈ 4 കാലിൽ കള്ളും കുടിച്ച് നടക്കുന്ന ആ മനുഷ്യനെ വീണ്ടും നമ്മളിങ്ങനെ കുത്തി നോവിക്കണോ? അതല്ല, എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഭാര്യ പറഞ്ഞു, ആഴ്ചയിലൊരിക്കൽ ഈ തൊട്ടടുത്തൊരു കോളനിയുണ്ട്, ആ കോളനിയിലുള്ള യത്തീം മക്കൾക്ക് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോവാറുണ്ട്. എന്നിട്ട് ആ യത്തീം മക്കളോട് പറയാറുണ്ട്, ലാ തൻസാനി ഫീ ദുആഇകും, എന്റെ പൊന്നാര മക്കളെ, നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ എന്നെ മറക്കാൻ പാടില്ല. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു, എന്നാൽ ഇത് തന്നെയാണ് അയാൾ രക്ഷപ്പെടാനുള്ള വഴി.
ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പോലീസുകാരെ പോലെയല്ല. എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നോക്കിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നവനല്ല അല്ലാഹു. പിന്നെയോ എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട് അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹുവിനോട് സ്നേഹം തോന്നുന്ന രീതിയിലാണ് മക്കളോട് 5000 പ്രാവശ്യം നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയേണ്ടത്. സുബഹിയുടെ സമയമായാൽ മോനെ സുബഹി നിസ്കരിക്കാനുള്ള സമയമായി എണീക്കാൻ പറയണം. എണീറ്റിട്ടില്ല, കുഴപ്പമില്ല, അടിക്കണ്ട, അതിന്റെ പേരിൽ അടിക്കണ്ട, നിസ്കരിക്കാൻ പറഞ്ഞാൽ മതി. അങ്ങനെ 5000 തവണ പറയുമ്പോൾ ആ കുട്ടിക്ക് 10 വയസ്സാകും. ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടി നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിച്ചില്ലെങ്കിലേ കുട്ടിയെ അടിക്കാൻ പാടുള്ളൂ എന്നല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. 10 വയസ്സായിട്ടും പിന്നെ കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം. പക്ഷേ അടിക്കേണ്ട സാഹചര്യം വരൂല. 5000 തവണ അവനോട് നിങ്ങൾ നിസ്കരിക്കാൻ പറയുകയും നിങ്ങൾ സമയത്ത് നിസ്കരിക്കുന്ന ഒരു പാരന്റും ആണെങ്കിൽ അവനെ അടിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ വീട്ടിലുണ്ടാവൂല. പിന്നെ എങ്ങനെ ഇതാ അടിക്കാനുള്ള തെളിവ്? മക്കൾ അടിക്കാനുള്ള തെളിവ് 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നുള്ളതാണോ മക്കൾ അടിക്കാനുള്ള തെളിവ്? അല്ല, അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ ജീവിതത്തിൽ ആരെയും അടിച്ചിട്ടില്ല, മക്കളെ അടിച്ചിട്ടില്ല, ഭാര്യയെ അടിച്ചിട്ടില്ല, ഒരാളെയും അടിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 7 വയസ്സ് വരെ നമ്മുടെ കുട്ടികളെ നിങ്ങൾ കളിപ്പിക്കുകയും അതിനുശേഷം ഒരു 14 വയസ്സ് വരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. ആ അദബ് എന്താണ് ഉമ്മ പറയുന്നത് എന്നല്ല മക്കൾ നോക്കുന്നത്, മക്കൾ നിങ്ങൾ ചെയ്യുന്നത് കാണുകയാണ്. 7 വയസ്സ് മുതൽ കുട്ടി കേൾക്കാനല്ല കുട്ടിക്ക് ഇഷ്ടം, കാണാനാണ് ഇഷ്ടം. നിങ്ങളെ വാത് കേൾക്കാൻ ഒന്ന് പോകുമ്പോ വാത് ഉസ്താമാരൻ്റെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് എന്ന് മക്കൾ പറയും. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് അവർ കാണണം, കണ്ടാൽ അത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറും. മനസ്സിലാകുന്നുണ്ടോ? ഒരു റോൾ മോഡലായിട്ട് നമ്മൾ മാറണം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ നിസ്കാരക്കാരനാവണോ എങ്കിൽ നിങ്ങളും നിസ്കാരക്കാരനാവണം. നിങ്ങളുടെ മക്കൾ കളവ് പറയാത്തവനാവണോ എങ്കിൽ നിങ്ങളും കളവ് പറയാൻ പാടില്ല. നിങ്ങളുടെ മക്കൾ ഒച്ച വെച്ച് സംസാരിക്കാതെ നല്ലൊരു മാനേഴ്സ് ഉള്ള ആളായിട്ട് മാറണോ, നിങ്ങളും അതേപോലെ ആളുകളോട് ഒരു റെസ്പെക്റ്റിൽ സംസാരിക്കുന്ന ആളായി മാറണം. നമുക്കൊരു സംസാരിക്കുമ്പോൾ ഒരു മാനേഴ്സ് ഉണ്ടോ? ചില ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളും 2 പേരുടെയും ടോക്ക് വ്യത്യാസമാണ്, സംസാരം വ്യത്യാസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു എഡ്യൂക്കേറ്റഡ് ആയ കുടുംബത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നതും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കുടുംബത്തിലുള്ള ആളുകൾ 2 സംസാര ശൈലി ഡിഫറൻറ്റ് ഉണ്ടാവും. മറ്റാളിങ്ങനെ ഒച്ച വെച്ചിട്ടും മാടി പറ്റി, ഇവർ നല്ലൊരു സൈലൻ്റായി നീറ്റായി വളരെ മാനേഴ്സോട് കൂട്ടിയിട്ട് സംസാരിക്കുക. പിന്നെ ഒരു 14 വയസ്സിന്റെ ശേഷം 21 വയസ്സുവരെ അവരുടെ ഫ്രണ്ട് ആവണമെന്നാ പറഞ്ഞത്. ഫ്രണ്ട് ആവണം, ചങ്ങാതിയാവണം. 14 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചങ്ങാതിമാരോട് അടുപ്പം തോന്നുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? ആദ്യം ഞാൻ പറഞ്ഞില്ലേ, 14 വയസ്സായാൽ പ്രായപൂർത്തിയെത്തിയാൽ പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും അട്രാക്ഷൻ തോന്നുന്ന സമയമാണത്. അത് നിങ്ങൾ നാണക്കേടുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല, അത് പ്രകൃതിയുടെ ശൈലിയാണ്. അള്ളാഹു അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആണിനെയും പെണ്ണിനെയും അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ പ്രായപൂർത്തിയെത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ യഥാർത്ഥ ഫ്രണ്ട് ആവണം. എന്താ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? എല്ലാം തുറന്നു പറയുന്നവൻ അല്ലേ? അതല്ല ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അതല്ലേ? എന്തും തുറന്നു പറയാം ഫ്രണ്ട്സിനോട്. എന്ത് വേണമെങ്കിലും തുറന്ന് ചങ്ങായിമാരോട് പറയാം. അവരതിൽ കുറ്റം കണ്ടെത്തൂല. യഥാർത്ഥ ഫ്രണ്ട്സ് അതിൽ കുറ്റം പറഞ്ഞ അവനോട് ചൊടിക്കാനോ പിണങ്ങാനൊന്നും പോകില്ല. അവരിങ്ങനെ തിരിച്ച് നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആശ്വസിപ്പിക്കും. നമ്മൾ പെട്ടുപോയാൽ നമ്മൾക്ക് സമാധാനം തരും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളൊരു സ്ട്രെസ്സിലും ഡിപ്രഷനിലൊക്കെ ആണെങ്കിൽ തമാശകൾ പറഞ്ഞ് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് പറയാം. അപ്പോൾ അതേപോലെ ഒരു ഉപ്പയും ഉമ്മയും മക്കളുടെ ഫ്രണ്ട്സായി മാറിയാലോ? സ്കൂളിൽ പോയിട്ട് അവിടെ നടക്കുന്ന സർവ്വ കാര്യങ്ങളും വന്നിട്ട് ആദ്യം പറയൽ ഉമ്മാടാണ്. ഉമ്മ ഇന്നിങ്ങനെ നടന്നു, ബസ്സിൽ പോകുമ്പോൾ ഒരു കണ്ടക്ടർ എന്നോട് ഹായ് എന്ന് പറഞ്ഞു, എൻ്റെ നമ്പർ ചോദിച്ചു എന്നൊക്കെ ആരോടാ പറയാ? നേരെ വന്നിട്ട് ഉമ്മയോടാ പറയാം. നിങ്ങളൊരു ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളോട് പറയും. നിങ്ങളൊരു ഭീകരജീവിയാണ്, അടിച്ചിട്ടും പേടിപ്പിച്ചിട്ടും ഞെട്ടിച്ചിട്ടും ഒച്ച വെച്ചിട്ടും വളർത്തിയ ഒരു ഭീകരജീവിയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാം അവർ മറച്ചു വെക്കും. നേരെ പോയിട്ട് അടുത്ത സുഹൃത്തിനോടത് പറയും. ഗേൾ ഫ്രണ്ട്. അപ്പൊ ഗേൾ ഫ്രണ്ട് പറയും, ആ നീയും പറയും ഹായ് എന്ന്.
അവൻ പറഞ്ഞില്ലേ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും, നീ ഹായ് എന്ന് പറയാം, നമ്പർ ഞാൻ കൊടുത്തോളാം വേണമെങ്കിൽ. ഇതാണ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രണ്ട്സ്. എന്നോട് ഇപ്പോഴല്ലേ കുറച്ചപ്പുറത്തുള്ള ഞങ്ങളുടെ നാടിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു, മകൾക്ക് പ്രണയമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ആ പ്രണയിക്ക് നാളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുന്നു പറഞ്ഞു. മകൾക്ക് പ്രണയമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ആലോചിക്കാൻ എന്തുണ്ട്? സ്വാഭാവികമായിട്ട് പ്രായമാകുമ്പോൾ പ്രണയമുണ്ടാവും. ആ പ്രണയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവളെ കൗൺസിലിംഗ് നടത്തി അവളോട് അതിൽ നിന്ന് പിന്മാറാൻ പറയാം. പിന്മാറുന്നില്ല എന്നൊരവസരമാണ്, വാശിയാണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവളെ കൊണ്ട് ആരാണ് പ്രേമിക്കുന്നത് അവരെ കെട്ടിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ നിങ്ങൾ പ്രേമിക്കുന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നല്ലേ, ഇനിയിപ്പോൾ ഇതിനെ മാത്രം ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് വിടുകയും ചെയ്യാം. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ ഒരു നിലക്കും സമ്മതിക്കുന്നില്ല, ഭാര്യ വിട്ടുകൊടുക്കുന്നില്ല, ഭാര്യക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല, കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ഭാര്യ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ മകളെ ഭാര്യ സമ്മതിക്കുന്നില്ല എന്ന കാരണത്താൽ ആ പെണ്ണിനെ നിങ്ങൾ വേറൊരാൾക്ക് വിവാഹം കഴിപ്പിച്ച് നിങ്ങൾ സമ്പാദ്യങ്ങൾ ചെലവഴിച്ചു, പന്തിലിട്ടു, 100 പവൻ കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് കല്യാണം കഴിച്ച് 1 മാസം അല്ലെങ്കിൽ 1 മാസം 2 മാസം കൂടെ നിന്നിട്ട് എനിക്ക് അയാളെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മകൾ വീട്ടിൽ വന്നിരുന്നാൽ ആ പ്രയാസം മരണം വരെ സഹിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും കഴിയും. ഇനിയില്ല, ഇതെല്ലാം കൊണ്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടിയ സംഭവങ്ങളുടെ 100 കണക്കിന് കാസർഗോഡ് ജില്ലയിൽ തന്നെ സംഭവിച്ചിട്ടില്ലേ. നിങ്ങൾക്കത് ഖിയാമത്ത് നാൾ വരെ ഈ ഭാരം സഹിക്കാൻ കഴിയും. നിങ്ങളുടെ സന്തോഷം എന്താ? മക്കളുടെ സന്തോഷമല്ലേ. ആ ചെറുപ്പക്കാരൻ ദീനും സ്വഭാവമൊക്കെ ഉള്ള ആളാണെങ്കിൽ കെട്ടിച്ചെടുത്തോളൂ. പിന്നെ ആള് എന്നോട് ഇപ്പോൾ 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ വാക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് തന്നു, ഞാൻ ആ ചെറുക്കനെ കൊണ്ട് തന്നെ കെട്ടിച്ചു കൊടുക്കാൻ പോവാണ്. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഭീകര ജീവിയാണെങ്കിൽ ആദ്യം നടക്കുന്ന പ്രണയമൊന്നും നമ്മളോട് പറയില്ല. അയാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രണയത്തിലേക്ക് എത്താൻ കാരണം അവളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അവളുടെ ഒരു ഗേൾ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്തു. ഉമ്മനോട് പറയേണ്ട ഒരു വിഷയം ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട് എന്താ പറയാ, അങ്ങനെ പറഞ്ഞോ, അയാൾ കുഴപ്പമില്ലല്ലോ, എന്നാ നമ്പർ കൊടുത്തോളൂ, ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുക്കണോ? എന്നിട്ടൊരു ബ്രിഡ്ജ്, ആരാ ഈ ബ്രിഡ്ജായിട്ട് മാറാ? ആ പ്രണയത്തിനുള്ള ബ്രിഡ്ജായിട്ട് മാറുന്നത് ഫ്രണ്ടാണ്. നേരെ മറിച്ച് ഇതൊരു ഉമ്മയാണെങ്കിലോ, ഉമ്മ വേണ്ടതുപോലെ പറഞ്ഞുകൊടുത്ത് ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻ മാറ്റിയെടുക്കാൻ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കഴിയും. അതുകൊണ്ട് നീ ഒരു യഥാർത്ഥ ചങ്ങാതിയായി മാറാ നിന്റെ മക്കളെ. അങ്ങനെ നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ചങ്ങാതിമാരായിരുന്നെങ്കിൽ ഈ വാദിന് വരുമ്പോൾ അവരെ കയ്യും കൂട്ടിയിട്ട് നിങ്ങൾ വരുമായിരുന്നില്ലേ? നിങ്ങൾ ഭീകരജീവി ആയതുകൊണ്ടല്ലേ അവർക്കൊന്നും നിങ്ങളോട് കൂടെ വരാൻ താല്പര്യമില്ല. ഞാൻ തിരിച്ച് ആദ്യം ഇവരോട് പറഞ്ഞ വിഷയം ഇതാണ്. എന്നോട് വിഷയം പറഞ്ഞത് യുവാക്കൾ, വഴിതെറ്റുന്ന യുവാക്കൾ. ഞാനിവിടെ വരുമ്പോൾ 40 വയസ്സിന്റെ താഴെയുള്ള 3 ആളുകൾ, 15 40 വയസ്സിന്റെ താഴെയുള്ള 3 ആൾ, ബാക്കിയൊക്കെ 40ന്റെ മുകളിലുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയത്. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നല്ലേ, നിങ്ങളൊക്കെ നല്ല നാട്ടുകാരാണ്, മാഷാ അല്ലാ. മാക്സിമം നാട്ടിലുള്ള ഇവിടെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാട്ടിലുള്ള ഓൾമോസ്റ്റ് ആളുകൾ വന്നിട്ടുണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത്, യുവതികളെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഈബു സമാനനാ വൽ ഐബു ഫീനാ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. കാലത്തെ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാലം മോശമാണ്, 21-ാം നൂറ്റാണ്ടാണ്, 22-ാം നൂറ്റാണ്ടാണ് എന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ പറയുകയാണ്. വമാലി സമാനിനാ ഐബുൻ സിവാനാ. ഈ കാലഘട്ടത്തിനൊരു കുറവുമില്ല. ഈ കാലഘട്ടം അനുഭവിക്കുന്ന പ്രയാസം ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. അള്ളാന്റെ ഹബീബിന്റെ കാലത്തുള്ള 24 മണിക്കൂർ തന്നെയാണ് ഇന്നുമുള്ളത്. അന്ന് പടിഞ്ഞാറിലാണ് സൂര്യൻ അസ്തമിച്ചതെങ്കിൽ ഇന്നും പടിഞ്ഞാറിൽ തന്നെ അസ്തമിക്കുന്നു. അന്ന് കിഴക്കിലാണ് ഉദിച്ചതെങ്കിൽ ഇന്നും കിഴക്കിൽ തന്നെ ഉദിക്കുന്നു. കാലത്തിനോ സമയത്തിനോ സ്ഥലത്തിനോ ഒരു മാറ്റവുമില്ല. പിന്നെ മാറ്റം ആർക്കാണുണ്ടായത്? നമ്മൾക്കാണ് മാറ്റമുണ്ടായത്. നമ്മൾ മോശമാകുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ഭാരം അത് കാലത്തിന്റെ തലയിലിട്ട് കൈ കഴുകാൻ നമ്മൾ തയ്യാറാവരുത്.
നമ്മളിങ്ങനെ കാലത്തെ കുറ്റം പറഞ്ഞ് കാലത്തെ ആക്രമിക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത കാലത്തെ ആക്രമിക്കരുത്. കാലത്തിനെങ്ങാനും അള്ളാഹു സംസാരശേഷി കൊടുത്തിരുന്നുവെങ്കിൽ എന്നേ കാലം നമ്മെ തിരിച്ചറ്റാക്ക് ചെയ്യുമായിരുന്നു. യുവാക്കളെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി, ചീത്തപ്പെടുത്തി, മോശപ്പെടുത്തി കാണരുത്. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് യുവാക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. ഈ കാലം നമ്മോട് സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് സംസാരിക്കാൻ അറിയാം, തിരിച്ചറിയുന്നുണ്ട്. വഴിതെറ്റുന്ന യുവാക്കളും വഴിതെറ്റുന്ന യുവതികളും എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ മോശമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ നമ്മളിൽ നിന്ന് അകലുന്നത്. നേരെ മറിച്ച് കുട്ടികളൊക്കെ നമ്മുടേതാണ്, അവര് നല്ലവരാണ്, അവര് മോശക്കാരല്ല, അവർ ഈ നാട്ടിലെ അഭിമാനികളാണ് എന്ന് പറഞ്ഞ് അള്ളാഹു കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ അടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായി മക്കളുടെ ഭാഗത്തു നിന്ന് തിന്മകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. പഴയ കാലത്ത് ഉപ്പമാര് കാണിച്ച ശ്രദ്ധ ഇന്നത്തെ രക്ഷിതാക്കൾ മക്കളിൽ കാണിക്കുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവ് സ്വന്തം മകനോട് കാണിച്ച ശ്രദ്ധയുണ്ട്. ഏതാണ് ആ ശ്രദ്ധ എന്നറിയോ? സുബഹി നിസ്കാരത്തിന്റെ മണിക്കൂറുകൾ മുമ്പേ എണീറ്റ് വന്നിട്ട് വിറകിങ്ങനെ ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് അടുപ്പുണ്ടാക്കി അടുപ്പത്തിൽ വിറക് വെച്ച് ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൂട്ടി വെള്ളം ചൂടാക്കാൻ ഇന്നത്തേതുപോലെ സിഗരറ്റുകളില്ല, തീപ്പെട്ടികളില്ല, കല്ലുകൾ ഇങ്ങനെ ഉരക്കണം. തണുപ്പിന്റെ സമയത്തൊരു വിറക് കത്താൻ എത്ര പ്രയാസമുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ കത്തിച്ച് കത്തിച്ച് തീ കത്തി വെള്ളം ചൂടായി തിളക്കാൻ തുടങ്ങിയാൽ തന്റെ മകനെ റൂമിൽ പോയി വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് ആ മകനെ എണീപ്പിച്ച് ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ച് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ച് ബാങ്ക് കൊടുക്കുന്നത് വരെ ദുആ ചെയ്ത് ആ ദുആ കഴിഞ്ഞ് ബാങ്കിന്റെ വെളിയാളം കേട്ടാൽ രണ്ടുപേരും ഒന്നിച്ച് പള്ളിയിലേക്ക് പോയി നിസ്കാരം കഴിയുന്നത് വരെ മകനെ കാത്തു നിന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ മകന്റെ കൈയും പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അന്ന് എത്ര വയസ്സാണെന്നറിയോ? 10 വയസ്സാണ് മുഅ്മിനീങ്ങളെ. 10 വയസ്സുള്ള മകനെ ഒരു ഉമ്മ ട്രീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ ഉമ്മമാർ കിടന്നുറങ്ങിയിട്ട് പല്ലുപോലും തേക്കാതെ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല, ഉസ്താദുമാരുടെ അടി കിട്ടുമോ എന്ന് പേടിച്ചിട്ട്. സുബഹിക്ക് പള്ളിയിലേക്ക് അയക്കാറില്ല, കുളിപ്പിക്കാറില്ല, വുളൂ ചെയ്യാറില്ല. നേരാംവണ്ണം ഒരു ചായെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതെ കിടന്നുറങ്ങുന്നു. സുബഹി നിസ്കരിച്ച് വീണ്ടും കിടന്നുറങ്ങുന്നു. 6:30 മദ്രസയാണെങ്കിൽ 6:25 ചാടി എണീറ്റിട്ട് അതേ വസ്ത്രവും കൊടുത്ത് രാത്രി ഉറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രം ഒരുപക്ഷെ മൂത്രമൊഴിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ നജസ്സുകൾ ഉണ്ടാകാം. ഒന്ന് മുഖം പോലും കഴുകാതെ ആ പുസ്തകവും എടുത്ത് വുളൂ ചെയ്യാതെ മദ്രസയിലേക്ക് ഓടിച്ചുവിടുന്ന മക്കൾ, ഉമ്മമാരെ, ഈ മക്കൾ ഇതിഹാസങ്ങളാകുമെന്ന് നിങ്ങൾ സ്വപ്നം കാണരുത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടായാൽ പോലും ഈ മക്കള് ഒരിക്കലും ഇതിഹാസങ്ങളാകാൻ പോകുന്നില്ല. അല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ പറ. ഇതല്ലേ ഇന്നത്തെ സാഹചര്യം. എന്നിട്ട് കുട്ടികളെ നമ്മൾ ചീത്ത പറയാൻ പാടുണ്ടോ? ഞാൻ നിർത്താണ്. ഏകദേശം 10:40. وهل يرجى لأطفال كمال إذا ارتضعوا ثدي الناقصات وهل يرجى لأطفال صلاح إذا نشأوا بحلم الجاهلات. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 18 വയസ്സായാൽ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തതിന് ശേഷം എത്ര കണ്ട് പഠിക്കാൻ പറ്റുമോ അത്ര കണ്ട് മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫീൽഡിലേക്കല്ല മക്കളെ വളർത്തേണ്ടത്. മക്കളുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവുകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പാരന്റ്സ് ആയ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ ഏൽപ്പിക്കണം. എന്റെ മക്കളുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കാൻ ആ കഴിവനുസരിച്ചിട്ട് അവരെ വളർത്തിയാലേ ആ കുട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് എത്തുള്ളൂ. സയൻസും കണക്കുമൊന്നും തലയിൽ പോവാത്തൊരു കുട്ടിയോട് നീ സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി നശിച്ചു പോകും. മുഅ്മിനീങ്ങളെ, ഡിഗ്രിയിലോ +2 പോലും നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ കഴിയില്ല. SSLCയിൽ നല്ല മാർക്കുള്ള ഒരു കുട്ടി +2 വെച്ച് ഫെയിൽഡ് ആവുന്നത് ഉപ്പയുടെ വാശിയാണ്. ഇതേ വിഷയം എടുക്കണം, സയൻസ് എടുക്കണം എന്നുള്ള നിർബന്ധം. സയൻസ് എടുക്കാൻ കഴിയുന്ന കുട്ടിയല്ലേ സയൻസ് എടുക്കേണ്ടത്. ആർട്സ് എടുക്കേണ്ടവനെ കൊണ്ട് നിങ്ങൾ സയൻസ് എടുപ്പിക്കാൻ പാടുണ്ടോ? ആന മരം വലിക്കുമെന്ന് പറഞ്ഞ് അണ്ണാരക്കണ്ണനെ കൊണ്ട് നിങ്ങൾ മരം വലിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹു ഡിഫറന്റ് ആയ
ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. എല്ലാവരും സയൻസ് പഠിച്ച് ഡോക്ടറായാൽ ഇവിടെ രോഗികൾ ഉണ്ടാകുമോ? ആരാണ് ചികിത്സിക്കാൻ പോവുക? എല്ലാവരും ഡോക്ടർമാർ. ഇത് ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ വ്യത്യസ്തത കൊണ്ടാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തതയിലാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. ഡോക്ടർമാർ വേണം, എഞ്ചിനീയർമാർ വേണം, അധ്യാപകന്മാർ വേണം, ഉസ്താദുമാർ വേണം, കൂലിപ്പണിക്കാർ വേണം, ഡ്രൈവർമാർ വേണം. എല്ലാവരും ഉണ്ടാകുമ്പോഴേ മുഅ്മിനീങ്ങളെ ഈ ലോകത്തിന്റെ നിലനിൽപ്പുണ്ടാവുള്ളൂ. എല്ലാവരും പൈസക്കാരാണ്, എല്ലാവരും പണക്കാരാണ്. ആരും ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആരാ നിർമ്മിക്കുക? അപ്പൊ ബിൽഡിംഗ് നിർമ്മിക്കേണ്ടവർ വേണം, ഇതിനൊരു ആർക്കിടെക്ട് വേണം, ഇതിനൊരു എഞ്ചിനീയർ വേണം, ഇതിനൊരു കോൺട്രാക്ടർ വേണം, ഇതിന് ജോലി ചെയ്യുന്ന ആളുകൾ വേണം, മേസ്ത്രിമാർ വേണം. എല്ലാവരും ഉണ്ടെങ്കിലേ ഈ ലോകത്തിന് നിലനിൽപ്പുള്ളൂ. എല്ലാവരും ഒരേ കഴിവുള്ളവരാണെങ്കിൽ ലോകമെന്നേ നശിച്ചു പോയേനെ. ലോകമെന്നേ നശിച്ചു പോയേനെ. എന്നിട്ട് ആ തുടങ്ങിയ ഹദീസും കൂടി നിർത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? പ്രായപൂർത്തിയെത്തിയാൽ നിങ്ങൾ ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ 18 വയസ്സായാൽ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം, വിവാഹമല്ല. നിക്കാഹ് കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്വതന്ത്രമായി പഠിക്കാൻ നിങ്ങൾ അനുവദിക്കണം. സ്വതന്ത്രമായിട്ട് പഠിക്കാൻ സമ്മതം കൊടുക്കണം. ഏത് പുതിയാപ്പിളാണ് കല്യാണം കഴിക്കുന്നത് അവനോട് പറയണം, എൻ്റെ മകൾ പഠിക്കുന്നത് എത്ര പഠിക്കുന്നു അതുവരെ നിങ്ങൾ സമ്മതിക്കണം, എങ്കിലേ ഈ നിക്കാഹിന് ഞങ്ങൾ സമ്മതിക്കുന്നുള്ളൂ. 22 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുമ്പോ പെണ്ണിന്റെ പിതാവ് ചിന്തിക്കരുത്, ഇവന് പഠിക്കല്ലേ, ഒരു ജോലി ഇല്ലല്ലോ, സെറ്റിൽഡ് അല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള മുസ്ലിമീങ്ങളായ നല്ലവരായ ആളുകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങളെ മുതലാളി ഞാനാക്കി തരാം. പൈസ ഇല്ല എന്ന കാരണത്താൽ വിവാഹം മുടക്കരുത്. ദീന്, സ്വഭാവം, കാലിബർ, കഴിവ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. അതല്ലാതെ പൈസ ഇല്ല, പൈസ തരുന്നവൻ പഠിച്ചോനാണ്, പൈസ തരുന്നവൻ പഠിച്ചോനാണ്. ഞാൻ പൈസ തരാമെന്ന് അള്ളാഹ് വാഗ്ദാനം നൽകിയതാണ്. ഈ യകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ യുഗ്നീഹിമുല്ലാഹ്, ഞാൻ നിങ്ങളെ പൈസക്കാരനാക്കാം. പൈസ ഇല്ലാന്ന കാരണത്താൽ വിവാഹം മുടങ്ങരുത്. പൈസ ഇല്ലാന്ന കാരണത്താൽ ചെറുക്കൻ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്ന അവസ്ഥ ഉണ്ടാവരുത്. വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്നിട്ട് രണ്ടുപേരെയും നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പഠനത്തിനൊരു പരിധിയില്ല. എത്ര കണ്ട് പഠിക്കാൻ പറ്റുമോ, എവിടേക്ക് എത്താൻ പറ്റുമോ അവിടേക്ക് നമ്മൾ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നില്ല, പ്രായമെത്തി, വയസ്സായി, കല്യാണം കഴിഞ്ഞിട്ടില്ല, 25 വയസ്സ് 30 വയസ്സായ ചെറുപ്പക്കാരന്, ഈ ചെറുപ്പക്കാരൻ ഹറാമ് കാണുന്നുണ്ട്, ഹറാമ് ചെയ്യുന്നുണ്ട് എങ്കിൽ فإن أصاب إثما فإنما إثمه على أبويه. വിവാഹം വൈകിയത് കാരണത്താൽ സ്വാഭാവികമായി പ്രണയത്തിലും പ്രേമത്തിലും പെട്ട് ഹറാമായ സംസാരങ്ങളോ ചാറ്റിങ്ങുകളോ മീറ്റിങ്ങുകളോ നടക്കുന്നുവെങ്കിൽ, വിവാഹം വൈകിയത് കാരണത്താലാണല്ലോ ഇത് നടക്കുന്നത് എങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി രക്ഷിതാക്കളായിരിക്കുമെന്ന്, അവർ ചെയ്യുന്ന തെറ്റിന്റെ ഓഹരി അല്ലാഹു രക്ഷിതാക്കൾക്കും നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ നിങ്ങൾ അവരോട് സമയമായാൽ നിക്കാഹ് കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എനിക്കിപ്പം വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ നിർബന്ധിപ്പിച്ചിട്ടൊന്നും കഴിപ്പിച്ചു കൊടുക്കണ്ട. എന്തുകൊണ്ടെന്നറിയാം? നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് അത് നിങ്ങൾ ചെയ്യാം. നമ്മുടെ ഡ്യൂട്ടി അപ്പൊ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. ഡ്യൂട്ടി അവർക്ക് സമയമായാൽ വിവാഹത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തെറ്റ് ചെയ്താൽ രക്ഷിതാക്കളായ നമ്മൾ ഉത്തരവാദിയല്ല. ഇത് ചെയ്യാതെ, അവരെ ഓർമ്മപ്പെടുത്താതെ, അവരുടെ ഭാഗത്ത് തെറ്റുവന്നു, അവർക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഉപ്പയും ഉമ്മയൊന്നും മിണ്ടുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ അവർ തെറ്റു ചെയ്താൽ അതിന്റെ ഉത്തരവാദി പാരന്റ്സ് ആയിരിക്കും. ഒന്നും കൂടി ആ ആയത്തിലേക്ക് നമ്മൾക്ക് വരാം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുക. ആരും കാണാത്ത സ്വതക്കയാണ് ഈ ബക്കറ്റ് എന്ന് പറയുന്നത്. അർശിന്റെ തണല് വരെ കിട്ടാൻ സാധ്യതയുള്ള സ്വതക്ക ബക്കറ്റ്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരാത്ത ചിലപ്പോൾ മുസാഫഹത്തിന് വേണ്ടിയിട്ടായിരിക്കും.
ഈ മുസാഫഹത്ത് കൊണ്ട് സംഘാടകർ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൈ പിടിച്ച് മുത്തിയിട്ട് നിങ്ങൾ സ്വർഗത്തിലെത്താനല്ല. പിന്നെന്തിനാണ്? ബക്കറ്റാകുമ്പോൾ നിങ്ങൾ 10 രൂപ ഇടും, മുസാഫത്താകുമ്പോൾ നിങ്ങൾ 100 രൂപ കൊണ്ടുവന്നാലോ എന്ന മാസ്റ്റർ മൈൻഡാണ് ആർക്കുള്ളത്? സംഘാടകർക്കുള്ളത്. അപ്പൊ ആയിക്കോട്ടെ, നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയും, ഞാൻ മൊത്തത്തിൽ പറയാണ്, നിങ്ങൾ വേദനാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് എല്ലായിടത്തും ഉണ്ടാവുന്നത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബക്കറ്റ് ആകുമ്പോൾ ആരും കാണാത്തല്ലേ, സിമ്പിളാകും. 10 രൂപ ഇടും. ഉസ്താദിന്റെ കയ്യിൽ എങ്ങനെ 10 രൂപ കൊടുക്കുക? ഒരു മിനിമം 100എങ്കിലും കൊടുക്കണ്ടേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ ആ ഒരു ചിന്തയാണ് ബക്കറ്റ് എന്നൊരു ചിന്ത മാറി ഈ ഒരു മെത്തേഡിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മുസാഫത്തിന് പകരം ബക്കറ്റിൽ ഇൻഷാ അല്ലാഹ് 1000 2000 ഇട്ട് കൊടുക്കുന്നു. ആരും കാണാതെ ഇട്ട് കൊടുക്കുന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞത് വലത് കൈ കൊടുത്തത് ഇടത് കൈ എറിഞ്ഞില്ലെങ്കിൽ അർശിന്റെ തണൽ കിട്ടുന്ന. ആ കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടതാവണം. 10 രൂപ കൊടുത്തിട്ട് ഇടത് കൈ എറിഞ്ഞില്ലെങ്കിൽ അർശിന്റെ തണൽ കിട്ടൂല. 10 രൂപ കൊടുക്കുന്നുണ്ട് ബക്കറ്റിൽ, വലത് കൈ പോയിട്ട് ആരും നിങ്ങളെ കൈ തന്നെ അറിയുന്നില്ല. അത്രത്തോളം ചുരുട്ടിട്ട് ഞങ്ങൾ ബക്കറ്റിലിട്ട അത് കാര്യമില്ല. കാരണം എന്താ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് അള്ളാഹു പറഞ്ഞ പ്രതിഫലം കിട്ടുക. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ 10 രൂപ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുണ്ടെങ്കിൽ അയാൾ 10 രൂപ ഇട്ടാലും അയാൾക്ക് അർശിന്റെ തണൽ കിട്ടും. മനസ്സിലായോ? 10 രൂപ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അയാൾ പാവപ്പെട്ട ഒരാളാണ്. അയാൾക്ക് 10 എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ 2000ന്റെ സ്ഥാനത്താണ്. അയാൾ ആ 10 പിടിച്ച് വലത് കൈ അറിയാതെ ഇടത് കൈ അറിയാതെ ബക്കറ്റിലിട്ടാൽ അയാൾക്ക് അർശിന്റെ തണൽ കിട്ടും. നബിതങ്ങൾ പറഞ്ഞ ഹദീസല്ലേ, ഒരാൾ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ സ്വതക്ക ചെയ്താൽ അയാൾക്ക് അർശിന്റെ തണലിട്ട്. നമുക്കത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ആ കൊടുക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതാവണം എന്ന ഒരു ഡിമാൻഡ് കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുമ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സഹായിക്കുക. തങ്ങൾ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു, നാളെ മറ്റന്നാളൊക്കെ പൊങ്കായിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നത് തങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിർത്താൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ മക്കളെയും നമ്മളെയും നമ്മുടെ ഭാര്യയെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. നമ്മൾ മാത്രം രക്ഷപ്പെടലല്ല. മനസ്സിലായില്ലേ? ഞാൻ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ ഇസ്ലാമിലില്ല. നമ്മുടെ ചിന്ത തന്നെ നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗത്തിൽ എത്തണം എന്നുള്ളതാണ്. അത് തന്നെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മളിലും നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ, നാട്ടുകാർ, അയൽവാസികളിൽ എല്ലാവരിലായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പിന്നെ ഇന്നത്തെ വാലിന്റെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ളത്, നിങ്ങൾ മരിച്ചിട്ട് 100 വർഷം കഴിഞ്ഞാലും എന്തെങ്കിലും ഒരടയാളം ഇവിടെ ബാക്കി ഉണ്ടാവണം. നിങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേര് നിങ്ങൾക്ക് മറന്നുപോയത് അവർ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത് കൊണ്ടാണ്. അല്ലേ? നിങ്ങൾക്ക് ഇമാം ഗസാലി തങ്ങളെ അറിയാം. 1200 വർഷം മുമ്പ് ജീവിച്ച ഇമാം ഗസാലി തങ്ങളെ അറിയാം. ഇമാം മുസ്ലിം തങ്ങളെ അറിയാം. ബുഖാരി ഇമാമിനെ അറിയാം. അല്ലെ? അവരൊന്നും നമ്മുടെ ഉപ്പാപ്പ ഒന്നുമല്ല, ആരുമില്ല. അവരൊക്കെ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട്? അവർ ചരിത്രം ഇവിടെ ബാക്കി വെച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഉപ്പാപ്പമാർ ചരിത്രം ബാക്കി വെക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ഉപ്പാപ്പമാരെ കാണാൻ കഴിയുന്നില്ല. ചരിത്രത്തിൽ എവിടെയും അവിടെ കാണാൻ കിട്ടുന്നില്ല. ഇതേ സ്ഥിതി നമ്മൾക്കും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഞാൻ മരിക്കുമ്പോൾ എന്തെങ്കിലും ഒരടയാളം ഇൻഷാ അല്ലാഹ് തലമുറകളായി എൻ്റെ സ്മരണകൾ അയവിറക്കുന്ന ഒരടയാളം ഇവിടെ ബാക്കി വെച്ച് പോകണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉറങ്ങാൻ പോവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നാഫിആയ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മക്കളൊക്കെ എപ്പോഴും കൂടെ കൂട്ടുക, സ്നേഹത്തോടെ തന്നെ കൂട്ടുക. പള്ളിയിലും അതുപോലെ ചെറുപ്പക്കാരോടൊക്കെ പറയാൻ, നമ്മൾ ഇതുപോലെയുള്ള വാദിന്റെ സദസ്സുകളിലൊക്കെ കളിയൊക്കെ കാണാറുണ്ടല്ലോ. രാത്രി ഉറക്കൊഴിച്ചിട്ട് സുബഹി വരെ ടൂർണമെന്റുകൾ വെക്കാറില്ല. നിങ്ങൾ തന്നെയല്ലേ പിരിവ് നടത്തുന്നത്, നിങ്ങൾ തന്നെയല്ലേ ഇതിന്റെ സംഘാടകർ. നിങ്ങൾ അവിടെയൊക്കെ പോകുന്നില്ല, ആരും ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. അതേപോലൊരു താല്പര്യം ഇതുപോലെ വാദങ്ങളോട് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ തന്നെ ഇത് സംഘടിപ്പിക്കുക, നിങ്ങൾ തന്നെ ഇതിന്റെ ശ്രോതാക്കളാവുക, നിങ്ങൾ തന്നെ ഇതിന്റെ കളക്ഷൻ കാണുക, നിങ്ങൾ തന്നെ ആളുകളെ സംഘടിപ്പിക്കുക. അതൊക്കെ എല്ലാറ്റിലും ഉണ്ടാവും. വൺ സൈഡ് മാത്രം ഉണ്ടായ പോലെ ഇവിടെയും നിങ്ങളുടെ ആ ഒരു താല്പര്യം നിങ്ങൾ കാണിക്കുക. അങ്ങനെ ഒരു ദീനിന് ഉപകരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കാഴ്ചവെക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.